ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ ആയൊരു ക്ലാസ് എടുത്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ കരുതി മാത്തമാറ്റിക്കൽ മെത്തേഡ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് വെക്റ്റർ ഓൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ക്ലാസ് കുറച്ച് ലാഗായിരുന്നു. ബിക്കോസ് ഞാൻ തന്നെ ഡൗട്ടായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പം എനിക്കെപ്പോഴും ക്ലാസ്സസ് ഇടുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കണം എന്നൊരു ഇതുണ്ട്. അപ്പം PYQs ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമായിരിക്കുമോ? കാരണം സമയം എല്ലാം കൂടെ ഒന്നിച്ച് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ഒരു ടോപ്പിക് ഇട്ടാലും അതിൻ്റെ PYQ ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്താണെങ്കിലും നമ്മളൊന്നും ചെയ്യാത്തതിലും നല്ലതാണ് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ വെക്റ്റർ ഓൾജിബ്രയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ കുറച്ച് PYQs കൂടെ ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി PYQs കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ വെക്റ്റർ ഓൾജിബ്ര. സോ ടുഡേ വി ഗോയിങ് ടു സ്റ്റാർട്ട് അബൌട്ട് വെക്ടേഴ്സ്. സോ എന്താണ് ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന കുറേ ഡൗട്ട്സ് ആയിരുന്നു ഈ വെക്ടേഴ്സിൽ. സ്കെയിലാർ, കേൾ, ഡോട്ട്, ഗ്രേഡിയൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് എത്ര പഠിച്ചാലും എനിക്കെപ്പോഴും കൺഫ്യൂഷനാണ്. ഇതെന്താ. അപ്പം നമുക്കത് എല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. ഓക്കെ, സോ വെക്റ്റർ ഓൾജിബ്ര അല്ലെങ്കിൽ വെക്റ്റർ അനാലിസിസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ടും ഗേറ്റ്, അതുപോലെ തന്നെ നെറ്റ്, MSc ഫിസിക്സ്, ജാം, യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ് ആക്ച്വലി വെക്റ്റർ ഓൾജിബ്ര എന്ന് പറയുന്നത്. സോ എല്ലാ വർഷവും നമുക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമെന്നാണ് ആക്ച്വലി ഗേറ്റും നെറ്റിലും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ദറ്റ് ഈസ് വെക്റ്റർ ഓൾജിബ്ര എന്ന് പറയുന്നത്. പക്ഷേ ഇതപ്പം എപ്പോഴും ഭയങ്കര സിമ്പിളായിട്ടായിരിക്കില്ല നമുക്ക് വരുന്നത്. അപ്പം ഇതിലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അതുപോലെ തന്നെ വെക്ടേഴ്സ് നമുക്ക് പ്രോപ്പറായിട്ട് അറിയുവാണെങ്കിൽ we can easily അണ്ടർസ്റ്റാൻഡ് മാഗ്നറ്റിസം നമുക്ക് മനസ്സിലാവും. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്, ക്വാണ്ടം മെക്കാനിക്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അപ്പം ഈ സബ്ജക്റ്റിലൊക്കെ തന്നെ ദാറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിസം, ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഇതിലൊക്കെ തന്നെ ഇത് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും വെൻ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ വെക്റ്റർ അനാലിസിസ്. ഓക്കെ, so today we will start from absolute basics and maybe gradually move to advanced topic like gradient, divergence, curl and vector identities if there is time. Okay, so ഇന്നത്തെ ഞാൻ അതെല്ലാം നമ്മൾ കവർ ചെയ്യുമെന്ന് പറയുന്നില്ല, ബട്ട് മാക്സിമം നമുക്ക് കവർ ചെയ്യാനായിട്ട് നോക്കാം. സോ ആദ്യം എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ കുറച്ച് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പോകണം. ഒന്നാമത്തെ കാര്യമാണ് വെക്റ്റർ എവിടെ കേട്ടാലും സ്കെയിലാറും ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് ദേ ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോറി പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, പക്ഷെ നമുക്ക് ഇപ്പോൾ കോട്ടയം എന്നൊരു സ്ഥലം. ഓക്കെ, സോ കോട്ടയത്ത് നമുക്കൊരു പെർട്ടിക്കുലർ പ്ലേസിലേക്ക് ഒരു ഫംഗ്ഷന് വേണ്ടി പോകണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് കോട്ടയം വരെയുള്ള ബസ് കയറി കോട്ടയം സ്റ്റാൻഡിൽ ഇറങ്ങിയെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമുക്ക് ബസ് സ്റ്റാൻഡിലല്ല നമുക്ക് നിൽക്കേണ്ടത്, ആ കോട്ടയത്തെ ഏതോ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്കാണ് പോകേണ്ടത്, ബട്ട് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ആ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി പതിയെ എങ്ങോട്ടോ നടക്കുകയാണ്. അപ്പം ഒരാൾ നമ്മളെ വിളിച്ചു ഈ വഴി പറഞ്ഞു തരാൻ. അപ്പം ഞാൻ പറയാണ്, ഞാൻ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് 5 കിലോമീറ്റർ നടന്നു, അല്ലെങ്കിൽ ഞാനൊരു 1 കിലോമീറ്റർ നടന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഫോർമേഷൻ കംപ്ലീറ്റ് ആയോ? ഇല്ല അല്ലേ? നമ്മുടെ ഇൻഫോർമേഷൻ ആക്ച്വലി കംപ്ലീറ്റ് ആയില്ല. എപ്പോഴാണ് നമ്മുടെ ഇൻഫോർമേഷൻ കംപ്ലീറ്റ് ആകുക? അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മളെ പിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ വേ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്? ഞാൻ പറയുകയാണ്, കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാനൊരു 5 കൂടുതലല്ലേ, ഒരു 1 കിലോമീറ്റർ നടന്നു, ഞാൻ വെസ്റ്റിലേക്കാണ് നടന്നത്. ഓക്കെ, ഞാൻ വെസ്റ്റിലേക്ക് നടന്നു. അപ്പം ആ ഏരിയ അറിയാവുന്ന ഒരാൾക്ക് ഓക്കെ, നീ 1 കിലോമീറ്റർ വെസ്റ്റിലോട്ട് നടന്നു, അവിടെ നിൽക്കുക, അല്ലെങ്കിൽ ആ വെസ്റ്റിലോട്ടാണെങ്കിൽ ഒരു ബാങ്ക് കാണുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും അല്ലേ? അത് ചോദിക്കാൻ പറ്റണമെങ്കിൽ, നമ്മുടെ വേ കറക്റ്റ് ആവണമെങ്കിൽ നമ്മളൊരു ഡയറക്ഷൻ അവിടെ കൊടുക്കണം, ഒരു ദിശ അവിടെ കൊടുക്കണം. ദാറ്റ് ഈസ് ആക്ച്വലി ദ വെക്റ്റർ.
അല്ലേ? സോ ഇത് കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് ആക്ച്വലി ദ വെക്റ്റർ. ആ ഡയറക്ഷൻ ആ ദിശ കാണിക്കുന്നതിനെയാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്. അതേസമയം 1 കിലോമീറ്റർ, അതായത് ഇതൊരു മാഗ്നിറ്റ്യൂഡാണ്, ഇതൊരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. ദാറ്റ് ഈസ് ആക്ച്വലി ദ സ്കെയിലാർ. ദിസ് ഈസ് ആക്ച്വലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെക്റ്റർ ആൻഡ് സ്കെയിലാർ. സോ സ്കെയിലാർ എപ്പോഴും ഒരു നമ്പർ, ഒരു ന്യൂമറിക്കലായിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡിനെ കാണിക്കുമ്പോൾ വെക്റ്റർ എപ്പോഴും ഒരു ദിശ അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ആയിരിക്കും കാണിക്കുക. സോ ദിസ് ഈസ് സിംപ്ലി അബൌട്ട് ദ വെക്റ്റർ. സോ നമുക്ക് ഗേറ്റിനും നെറ്റിനും ഒന്നും ഒരിക്കലും വെക്റ്റർ എന്താണെന്നല്ല ചോദിക്കുക. മേ ബി ദേ ആസ്കിങ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ. അത് ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ എന്താ മൾട്ടിപ്പിൾ ചോയ്സിൽ വെക്റ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പിക്ക് ചെയ്യാനൊന്നുമല്ല. ബട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ വെക്റ്റേഴ്സ്, യൂണിറ്റ് വെക്റ്റേഴ്സ്, അങ്ങനെ കുറേ നമ്മൾ പഠിക്കും. ഗേറ്റിനും നെറ്റിനും ഏറ്റവും കൂടുതൽ അറിയേണ്ട വെക്റ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ ലാസ്റ്റ്. ദാറ്റ് ഈസ് സ്യൂഡോ വെക്റ്റേഴ്സ്. സ്യൂഡോ വെക്റ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ആക്സിയൽ വെക്റ്റേഴ്സും ഉണ്ട്. ആക്സിയൽ, AXIAL. ഓക്കെ, സോ സ്യൂഡോ വെക്റ്റേഴ്സും ഉണ്ട്, ആക്സിയൽ വെക്റ്റേഴ്സും ഉണ്ട്. സോ സ്യൂഡോ എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു ഫോൾസ് അല്ലേ? അപ്പോൾ സ്യൂഡോ വെക്റ്റേഴ്സ്, അതായത് ഇവിടുത്തെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഇവിടുത്തെ ഇപ്പം ഞാൻ പറയുകയാണ്, അത് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞ് പറയുള്ളൂ. അന്നേരം ഞാൻ പറയും, ഇപ്പം M+ എന്ന് പറയുന്നൊരു ഡ്രാഗർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ വെച്ചിട്ട് ഈ വെക്റ്റേഴ്സിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സൈൻ ചേഞ്ച് ആകുന്നു. അതായത് ഇതൊരു പാരിറ്റി ഓപ്പറേറ്ററാണ്. പാരിറ്റി എന്ന് വെച്ചാൽ എന്താ? പാരിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സ്യൂഡോ വെക്റ്റേഴ്സിലേക്ക് ഞാനൊരു ഓപ്പറേറ്ററിനെ കൊണ്ട് കൊടുത്താൽ ഈ സ്യൂഡോ വെക്റ്ററിൽ നെഗറ്റീവായിരുന്നു ഇരുന്നിരുന്നെങ്കിൽ അത് പോസിറ്റീവായിട്ട് മാറും, പോസിറ്റീവായിട്ടാണ് ഇരുന്നിരുന്നെങ്കിൽ അത് നെഗറ്റീവായിട്ട് മാറും. സോ അവിടെ ഇതൊരു പാരിറ്റിയാണ്. ഒരു പാരിറ്റി ഓപ്പറേറ്റർ അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ സൈൻ മാറും. ഓക്കെ, സോ അപ്പം പൊസിഷൻ, വെലോസിറ്റി, മൊമെൻറ്റം ഇവരൊക്കെ സ്യൂഡോ വെക്റ്റേഴ്സാണ്. അതായത് അവരുടെ സൈൻ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ ഇപ്പം ഞാൻ പറയാം, ഇപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഒരു ഓപ്പറേറ്റർ അതൊരു എന്താണ്, ഒരു ആംഗുലർ മൊമെൻറ്റത്തിൽ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ M(ω)നെ നമുക്ക് R×V എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ അതായത് ഈ ഒരു ഓപ്പറേറ്റർ ഇതിൽ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യും. +R -R ആവും, +V എന്ന് പറയുന്നത് -V. കണ്ടോ? അതായത് ഈ ഡിറക്ഷൻ കാണിക്കുന്നത് ഇതൊരു വെക്റ്റർ ആണെന്നാണ്. അതായത് പാരിറ്റി വെച്ച് RV ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ചേഞ്ച് ആകും എന്നുള്ളതാണ്. അതായത് എന്താ സംഭവിക്കുന്നത്, പാരിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ M എന്ന് പറയുന്നത് ഞാൻ പാരിറ്റി എന്ന് പറയുന്നൊരു ഓപ്പറേറ്റർ ആണെന്ന് വിചാരിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വന്ന് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആവും, നെഗറ്റീവ് പോസിറ്റീവ് ആവും. അപ്പം പാരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ, ഓക്കെ, സോ ദർ ഇസ് എ ഓപ്പറേറ്റർ കോൾഡ് പാരിറ്റി. ഓക്കെ, സോ പാരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ പൊസിഷനിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷൻ്റെ സൈൻ മാറും. അതുകൊണ്ട് അതൊരു സ്യൂഡോ വെക്റ്ററാണ്. പാരിറ്റി എന്ന് പറയുന്നൊരു ഓപ്പറേറ്റർ വെലോസിറ്റിയിൽ ആക്ട് ചെയ്താൽ അതിൻ്റെ സൈനും മാറും. സോ ദാറ്റ് അതും ഒരു സ്യൂഡോ വെക്റ്ററാണ്. ആൻഡ് ഓൾസോ മൊമെൻറ്റത്തിൽ ആക്ട് ചെയ്താൽ മൊമെൻറ്റും അതിൻ്റെ സൈൻ മാറും. സോ ദാറ്റ് അതൊരു സ്യൂഡോ വെക്റ്ററാണ്. സോ എനിത്തിങ്, ഒരു പാരിറ്റി ഓപ്പറേറ്റർ വന്ന് ഒരു എന്താ പറയുക, ഒരു ക്വാണ്ടിറ്റീനെ, ഫിസിക്സിലെ എന്തൊരു ക്വാണ്ടിറ്റി ആവാം, അതിൽ വന്ന് ആക്ട് ചെയ്യുമ്പോൾ അത് ഇറ്റ്സെൽഫ് അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ ഒരു സ്യൂഡോ വെക്റ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ദെൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറയുമോ, വാട്ട് ഈസ് ആക്ച്വലി ദ ആക്സിയൽ വെക്റ്റേഴ്സ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഇതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. എന്താ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ സൈൻ അല്ലേ, നോ സൈൻ ചേഞ്ച്. അതായത് എന്ത് ഓപ്പറേറ്റർ വന്ന് ആക്ട് ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു കൂസലും ഉണ്ടാകാൻ പോകുന്നില്ല. എന്താ പറയുക, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെ ഇരിക്കും. സോ യു ഹാവ് ടു ചെക്ക്, എന്താ ചെയ്യുക, ആക്സിയൽ വെക്റ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പം ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ഒന്ന് ഹോംവർക്കായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. ആക്സിയൽ വെക്റ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ, അതോ എക്സാമ്പിൾസ് ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഓക്കെ, സോ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നല്ല, ഇത് ജസ്റ്റ് ഓർത്ത് വെക്കണം. കാരണം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്, ഈ വെക്റ്റേഴ്സ് രണ്ടെണ്ണം. പിന്നെ ഞാൻ വിചാരിക്കുന്നു നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഇപ്പം വെക്റ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കിയാലോ. എന്തൊക്കെയാണ് വെക്റ്റേഴ്സിൻ്റെ എക്സാമ്പിൾ? ഞാൻ പറഞ്ഞു, വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഒരു ഡയറക്ഷനും ഉണ്ട്. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ ഓർത്താൽ മതി,
5 കിലോമീറ്റർ വെസ്റ്റ് എന്ന് പറയുമ്പോൾ മിസ് അവിടെ ഒരു മാഗ്നിറ്റ്യൂഡ് പറയുന്നുണ്ട്, എത്രമാത്രം ന്യൂമറിക്കലി നമ്മൾ മാറിയെന്നും പറയുന്നുണ്ട്, ഏത് ദിശയിലേക്കാണെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിരിക്കും വെക്റ്റർ. ഇപ്പം ഞാൻ മിസ് എടുക്കുക വെലോസിറ്റി. ഓക്കെ, സോ വെലോസിറ്റി. അപ്പം നമ്മളൊന്ന് നോക്കിയാൽ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി ഒരു വെക്റ്ററാണോ സ്കെയിലാറാണോ? ഇത് കൊച്ചു കുട്ടികളുടെ ക്ലാസ് പോലെ തോന്നരുത്, കാരണം നമുക്കിത് ബേസിക് തൊട്ട് മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ കാണാതെ പഠിക്കരുത്. ബിക്കോസ് ഇപ്പോൾ വെലോസിറ്റി എന്ന് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കാറിൻ്റെ വെലോസിറ്റി പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, അത് ഏത് ദിശ അല്ലെങ്കിൽ ഇത്ര ഇതിൽ കൂടി എന്ന് നമ്മൾ പറയും. അപ്പോൾ വെലോസിറ്റി ഒരു വെക്റ്ററാണ്. അതുപോലെ തന്നെ വെലോസിറ്റി വെക്റ്റർ ആണെങ്കിൽ ആക്സിലറേഷനും വെക്റ്ററാണ്. അല്ലെങ്കിൽ ഓർത്താൽ മതി, നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പ് ആൻഡ് ഡൗൺ, ഡി ആക്സിലറേഷൻസ്, ഡിറ്റാഡേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനാണത്. അപ്പോൾ ആക്സിലറേഷൻ ഒരു എന്താ പറയുക വെക്റ്ററാണ്. ദെൻ ഫോഴ്സ്, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക വളരെ എളുപ്പത്തിൽ പറയുന്ന ഒരു ടേബിൾ മൂവ് ചെയ്തു, അത് ഇന്ന ഡിറക്ഷനിൽ, അത് ഒരാൾ ഇന്ന ഡിറക്ഷനിൽ അതിനെ മൂവ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന സൈഡിലേക്ക് ഇന്ന ദിശയിലേക്ക് അതിന് ഫോഴ്സ് കൂടിയപ്പോൾ അത് ആ ദിശയിലേക്ക് എന്താണ് കൂടുതൽ മാറി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഫോഴ്സ്. ദെൻ ഓഫ് കോഴ്സ് ഫോഴ്സ് ഒരു വെക്റ്റർ ആണെങ്കിൽ മൊമെൻറ്റം ഇസ് ആക്ച്വലി എ വെക്റ്റർ. ഓക്കെ, മൊമെൻറ്റം വെക്റ്റർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്ററാണ്. കാരണം എന്താ, നമ്മൾ പറയില്ലേ ഇലക്ട്രിക് ഫീൽഡ് അപ്പ് ആൻഡ് ഡൗൺ അല്ലേ, ഓരോ റൂൾസൊക്കെ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, അപ്പ് ആൻഡ് തംസ് റൂളൊക്കെ ഉണ്ട് കറൻറ്റിനൊക്കെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡയറക്ഷൻ ഉള്ള ഒരാളായതുകൊണ്ട് അതൊരു വെക്റ്ററാണ്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്റ്ററാണ്. ദെൻ അപ്പം ഇവരൊക്കെയാണ് കൂടുതൽ വെക്റ്റർ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ വെക്റ്റേഴ്സ് എന്താണെന്നുള്ളത്. ഓക്കെ, ആൻഡ് ദ എക്സാമ്പിൾസ് ഓഫ് വെക്റ്റേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. സോ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. ഇസ് മാസ് എ വെക്റ്റർ? മാസ് ഒരു വെക്റ്ററാണോ? മാസ് ഒരു വെക്റ്ററാണോ? ദ ആൻസർ ഇസ് നോ. ഗുഡ്. എന്താ മാസ് വെക്റ്റർ അല്ലാത്തത്? ഇപ്പം നമ്മൾ ചുമ്മാ ഞാൻ പറയുകയാണെങ്കിൽ വെയിറ്റ് ആൻഡ് മാസ് ദർ ഇസ് ആക്ച്വലി എ സ്ലൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. എന്നാലും നമ്മൾ ചുമ്മാ ഓർക്കാനായിട്ട്, ഇപ്പം എനിക്കൊരു 50 കിലോ ഉണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു 50 കിലോ മേളിലോട്ട്, 50 കിലോ താഴോട്ട്, 50 കിലോ വെസ്റ്റിലോട്ട്, 50 കിലോ ഈസ്റ്റിലോട്ടെന്ന് നമ്മൾ പറയില്ല. വി ഹാവ് 50. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് 50 കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം എന്നുള്ളത് വെസ്റ്റിലാണോ ഈസ്റ്റിലാണോ എന്നൊന്നും പറയില്ല. അതിന് അത്രയാണ് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് മാത്രമേ പറയത്തുള്ളൂ. അവിടെ നമ്മൾ ഒരിക്കലും ദിശ പറയുന്നില്ല, ഡയറക്ഷൻ പറയുന്നില്ല. സോ ദാറ്റ് മാസ് ഒരു വെക്റ്റർ അല്ല. മാസ് ഈസ് ആക്ച്വലി സ്കെയിലാർ. അതുപോലെ എന്തൊക്കെയാണ് സ്കെയിലാറായിട്ടുള്ളത്? മാസ്, ദെൻ ടെമ്പറേച്ചർ, ചൂട്. ഓക്കെ, അതുപോലെ തന്നെ എനർജി ഇത്രയും വെസ്റ്റിലേക്ക് കൂടിയെന്നല്ല പറയുന്നത്, എനർജി കൂടി. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടി. അതുപോലെ തന്നെ സമയം ഈസ്റ്റിൽ ഇത്രയും കൂടിയെന്നല്ല പറയുന്നത്, സമയം കൂടി, അത്രയേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ദീസ് ഓൾ ആർ സ്കെയിലാർ. ഓക്കെ, ദീസ് ഓൾ ആർ സ്കെയിലാർ. ഓക്കെ, ദെൻ സേ ഓക്കെ സ്കെയിലാർസ്. അപ്പോൾ സ്കെയിലാറിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, വെക്റ്ററിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഇനി എന്താണ് ആക്ച്വലി ഒരു മിസ്സ് പറഞ്ഞു ആക്ച്വലി എന്താണ് വെക്റ്റർ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. വാട്ട് ഈസ് ആക്ച്വലി എ മാഗ്നിറ്റ്യൂഡ്? എന്താ ആക്ച്വലി ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ എന്ന് പറയുന്നത്? ഒരു വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? ഇപ്പം ഇതൊരു എക്സ് ആക്സസ്, ഇതിലേക്കൊരു വെക്റ്റർ വരയ്ക്കുവാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ വെക്റ്ററെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ലെങ്തിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ലെങ്തിനെയാണ് ഞാൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഈ ആരോ ഉണ്ടല്ലോ, ഈ ആരോനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോ ആണ് ആ ദിശ അല്ലെങ്കിൽ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ആരോയും, ഈ ആരോ ഇല്ലെങ്കിൽ ഈ ഭാഗത്തിൻ്റെ ലെങ്തിനെയാണ് ആക്ച്വലി മിസ് അല്ലെങ്കിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ആക്ച്വലി മാഗ്നിറ്റ്യൂഡ് എന്നുള്ളൊരു വെക്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ ആ വെക്റ്ററിൻ്റെ ലെങ്ത് ആണ് ആക്ച്വലി മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഫോർ UKG ക്ലാസ് അത്ര സിമ്പിളായിട്ട് പറയുന്നത്, അത്രയെങ്കിലും മനസ്സിലാക്കുക. ഓക്കെ, സോ ദാറ്റ് ലെങ്ത് റെപ്രസെൻറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ ആരോ ഹെഡ് റെപ്രസെൻറ്റ് ദ ഡിറക്ഷൻ. ദെൻ വാട്ട് അബൌട്ട് യൂണിറ്റ് വെക്റ്റേഴ്സ്? എപ്പോഴും ഉള്ളൊരു കൺഫ്യൂഷനാണ് എനിക്ക് കേട്ടോ, യൂണിറ്റ് വെക്റ്റേഴ്സ്. ഓക്കെ, സോ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഇപ്പം ഞാൻ പറയണം, ഇപ്പം ഞാനൊരു വെക്റ്റർ എടുത്തു, വെക്റ്റർ A. ഓക്കെ, സോ സപ്പോസ് ഞാൻ പറയുകയാണ് ഈ വെക്റ്റർ ഭയങ്കര ലോങ് ആണ്. ഓക്കെ, സോ ദർ ഇസ് ആക്ച്വലി ഭയങ്കര സൈസ്, ഭയങ്കര ലെങ്ത് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് സംടൈംസ് വി ഓൺലി നീഡ് അതിൻ്റെ ഡിറക്ഷൻ മാത്രം അറിഞ്ഞാൽ മതി.
അങ്ങനെയൊക്കെ. അതായത് ഈ വെക്റ്റർ ഭയങ്കര എന്താണ് നീളത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം, അത്രയ്ക്ക് മാഗ്നിറ്റ്യൂഡ് ഉള്ളൊരു വെക്റ്ററാണെന്ന് വിചാരിക്കാം. ആ സമയത്ത് നമുക്ക് അത്രയും മാഗ്നിറ്റ്യൂഡ് ഉള്ള അത്രയും ലെങ്ത് ഉള്ളൊരു വെക്റ്റർ ആണെങ്കിൽ ആ സമയത്ത് നമുക്ക് ആ വെക്റ്റർ പോകുന്ന ഡിറക്ഷൻ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഡിറക്ഷൻ മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ എന്ത് ചെയ്യും, വെക്റ്ററിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം വെക്റ്റർ എന്ന് പറയുന്നത് വെക്റ്റർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡാണ് എഴുതിയേക്കണത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വരാം. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് അതാണ്. വെക്റ്റർ വളരെ ലെങ്തി ആണെങ്കിൽ, ഭയങ്കര ലോങ് ആണെങ്കിൽ, നമ്മൾ അതിൻ്റെ ദിശ മാത്രം, അത് ഏത് രീതിയിലേക്കാണോ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് മാത്രം നോക്കിയാൽ മതിയാവും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെക്റ്റർ എ എന്ന് പറയുന്നത് വെക്റ്റർ എ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്യാം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ യൂണിറ്റ് വെക്റ്റേഴ്സ്. ഇപ്പം നമുക്കൊരു കൺഫ്യൂഷനാണ്, എന്തുകൊണ്ടാണ് ഇതിനെ യൂണിറ്റ് വെക്റ്റർ. നമുക്ക് കൺഫ്യൂഷനൊന്നും കാണില്ല, നമുക്കറിയാം യൂണിറ്റ് വെക്റ്റർ എന്ന് വിളിക്കാൻ കാരണം മാഗ്നിറ്റ്യൂഡ് എപ്പോഴും ഈക്വൽസ് ടു 1 ആണ്. എന്തൊക്കെ സംഭവിച്ചാലും യൂണിറ്റ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറാനേ പോകുന്നില്ല, എപ്പോഴും 1 ആണ്. ഓക്കെ, അപ്പം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതുന്നതാ അല്ലേ, ദിസ് ഈസ് ആക്ച്വലി മോഡുലസ്. അപ്പോൾ ഇത് അറിയത്തില്ലെങ്കിലും ഇപ്പോൾ ഓർത്ത് വെക്കുക, ദിസ് ഈസ് ദ മോഡുലസ്. അപ്പോൾ വെക്റ്റർ എയുടെ മോഡുലസ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ്. അതായത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഇസ് മോഡുലസ് എ, ഇസ് always 1 or unity. That's why they are called unit vectors. Okay, so ഇനി ഞാൻ ചോദിക്കുകയാണ്, യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ ഡിറക്ഷൻ മാറാവോ? അതായത് യൂണിറ്റ്, ഇപ്പം ഞാൻ പറയുകയാണ്, ഇത് എ എന്ന് പറയുന്നൊരു ഡയറക്ഷനാണ്, ഇത് ബി, ഇത് സി ആണെങ്കിൽ യൂണിറ്റ് വെക്റ്റർ എപ്പോഴും എയിൽ കൂടെ മാത്രം, എ എന്ന് പറയുന്ന ദിശയിലേക്ക് മാത്രമേ സഞ്ചരിക്കാവൂ, ബി എന്ന് പറയുന്ന ദിശയിലേക്ക് മാത്രം സി, അങ്ങനെ പറയാൻ പറ്റില്ല. യൂണിറ്റ് വെക്റ്റേഴ്സ് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും യൂണിറ്റ് വെക്റ്റേഴ്സിന് മൂവ് ചെയ്യാം. പക്ഷേ ഏത് ഡിറക്ഷനിൽ മൂവ് ചെയ്താലും, ഓക്കെ, ഏത് ദിശ മാറിയാലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരിക്കലും മാറില്ല. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ച്വലി ദ യൂണിറ്റ് വെക്റ്റർ. അപ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറില്ല, അതിൻ്റെ ദിശ മാത്രം, ഡിറക്ഷൻ മാത്രം മാറും. ഇനി ഞാൻ നോക്കട്ടെ, ഇനി എന്താണുള്ളത്. സോ ഇനി നമുക്ക് വെക്റ്റർ പറഞ്ഞു, സ്കെയിലാർ പറഞ്ഞു, യൂണിറ്റ് വെക്റ്റർ പറഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പോണൻസ് ഓഫ് വെക്റ്റേഴ്സ് നോക്കാം. കമ്പോണൻസ് ഓഫ് വെക്റ്റർ നോക്കാം. ഇപ്പം ഞാനൊരു ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ, ഇത് പക്ഷേ എത്രമാത്രം മനസ്സിലാകും ആക്സിസ് വരച്ചാൽ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു എക്സ് ആക്സിസ്, ഇത് ഞാൻ ഈ 6 വരച്ച് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. ഓക്കെ, സോ ഇത് എക്സ്, ഇത് വൈ, ഇത് വൈ ആണ് കേട്ടോ, ഇത് എക്സ്, ഇത് വൈ, ഏത് കളർ വേണം, ഗ്രീൻ. ഓക്കെ, സോ ഇത് ഓക്കെ. അപ്പോൾ ഞാനൊരു വെക്റ്റർ ഇതിൽ കൂടെ വരയ്ക്കാം. ഞാൻ വെക്റ്റർ വരയ്ക്കുന്നതാണ് ഒരു പ്രശ്നം, ഞാനിങ്ങനെ ചരിച്ച് വരയ്ക്കുന്നതാണ്. ഇതാണ് എൻ്റെ വെക്റ്റർ എന്ന് വിചാരിക്കുക. ഈ വൈ ആക്സിസിൽ കൂടെ ഞാൻ വരയ്ക്കുന്നതാണ് എൻ്റെ വെക്റ്റർ. സോ എൻ്റെ വെക്റ്ററിന് ഞാൻ കൊടുത്തേക്കുന്ന പേര് എ എന്നാണ്. ഓക്കെ, സപ്പോസ് വെക്റ്റർ എ, ഓക്കെ, ദർ ഈസ് എ വെക്റ്റർ എ ആൻഡ് ദാറ്റ് വെക്റ്റർ എ മേക്കിംഗ് ആൻ ആംഗിൾ. ഓക്കെ, വെക്റ്റർ എ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് ആംഗിൾ ഇസ് ആക്ച്വലി തീറ്റ. ഇൻ വൈ ഡിറക്ഷനിലാണ് ആ വെക്റ്റർ പോകുന്നത് ആൻഡ് ദേ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. സോ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് 1 വെക്റ്റർ, എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് 1 വെക്റ്റർ വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഇവിടെ എന്താ സംഭവിച്ചത് അറിയോ? ഇപ്പം നോക്കിക്കേ, ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നില്ലേ, ഡിഗ്രിക്കും പഠിക്കുന്നുണ്ട്. നമുക്ക് 2 വെക്റ്റർ കമ്പോണൻ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരാളെ തന്നെ വെർട്ടിക്കൽ കമ്പോണൻ്റായിട്ടും ഹൊറിസോണ്ടൽ, ഇത് രണ്ടും ഇത് മതി. അതായത് നോക്കൂ, ഈ വെക്റ്ററിനെ തന്നെ അതായത് ഈ വെക്റ്ററിനെ തന്നെ ഇതിൻ്റെ പേരൻറ്റിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെർട്ടിക്കൽ കമ്പോണൻ്റായിട്ടും ഇതിനെ എനിക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻ്റായിട്ടും എന്താ പറയുക, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എ എക്സ്, എ വൈ, എ ഇസഡ് എന്നൊക്കെ ഒത്തിരി വെക്റ്റേഴ്സ്, അതായത് ഒരു വെക്റ്ററിനെ തന്നെ പല വെക്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ
അപ്പം എനിക്ക് എ എന്ന് പറയുന്നൊരു വെക്റ്റർ ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്ന വെക്റ്ററിന് ഈ ഒരു കമ്പോണൻറ്റും ഉണ്ടാവും, ഈ ഒരു കമ്പോണൻറ്റും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റും ഉണ്ടാവും, ഈ ഒരു കമ്പോണൻറ്റും ഉണ്ടാവും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എ എക്സ് കാണാം, എ വൈ കാണും, എ ഇസഡ് കാണും, എക്സെട്ര. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ വെക്റ്ററിനെ മുഴുവനായിട്ട്, ഇപ്പം വെക്റ്റർ എ എന്ന് പറയുന്നത് എനിക്ക് എ എക്സ് ഐ ക്യാപ്പ് ഓക്കെ പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ ഇസഡ് കെ ക്യാപ്പ് എന്ന് എഴുതുന്നത്. അതായത് ഐ ഡയറക്ഷൻ, ജെ ഡയറക്ഷൻ, കെ ഡയറക്ഷൻ. കണ്ടോ, ക്യാപ്പ് എന്ന് വെച്ചാൽ എപ്പോഴും ആ ദിശേനെയാണ്. അപ്പോൾ എ എക്സ് എന്ന് പറയുന്നത് ഐയിൽ കൂടെ അല്ലെങ്കിൽ എക്സിൽ കൂടെ, എ വൈ എന്ന് പറയുന്നത് ജെയിൽ കൂടെ അല്ലെങ്കിൽ വൈയിൽ കൂടെ, എ ഇസഡ് എന്ന് പറയുന്നത് കെയിൽ കൂടെ അല്ലെങ്കിൽ ഇസഡിൽ കൂടെ, എക്സ് വൈ ഇസഡ് ഐ ജെ കെ. ഓക്കെ, സോ അപ്പം ഒരു വെക്റ്ററിൻ്റെ ടോട്ടലായിട്ടുള്ള ആൾക്കാരെയും കൂടെ നമുക്ക്, അപ്പോൾ അതാണ് വെക്റ്റർ കമ്പോണൻറ്റ്. ഒരു വെക്റ്റർ നമ്മളിങ്ങനെ മുകളിലേക്ക് അല്ലെങ്കിൽ ഡൗണിലേക്ക് വരയ്ക്കുന്ന സമയത്ത് ആ വെക്റ്റർ മാത്രമല്ല, അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ട്. സോ അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു 3D ഒരു വെക്റ്റർ കൺസിഡർ ചെയ്താൽ അതിൽ എത്ര കമ്പോണൻറ്റ് കാണും? 2D എപ്പോഴും നമുക്ക് സിമ്പിളാണ് അല്ലേ. ഇപ്പോൾ 3D എന്ന് പറയുന്നത് 3Dയിൽ എത്ര കമ്പോണൻസ് കാണിച്ചാൽ 3 കമ്പോണൻസ് അല്ലേ, 3 കമ്പോണൻസ്. ഇപ്പം എ ആണെങ്കിൽ ഇങ്ങനെ അല്ലേ, അപ്പം 3 കമ്പോണൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പം മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എനെയാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ വെക്റ്റർ എ എന്ന് പറയുന്നത് 3D ആണ്, അല്ലെങ്കിൽ വെക്റ്റർ സമം 3D ആണ്. അപ്പോൾ അതിന് 3 കമ്പോണൻസ് കാണും. അപ്പം ഞാൻ പറഞ്ഞു ഈ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളതിൻ്റെ ആക്ച്വൽ മീനിങ് എന്താ? എന്താ? എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസഡ് സ്ക്വയർ. അതായത് ഈ എ എന്ന് പറയുന്ന ആളുടെ, ഇപ്പം ഞാൻ പറയാം എ എന്ന് പറയുന്ന പേരൻ്റ് ആണെങ്കിൽ പേരൻറ്റിൻ്റെ ഓരോ കുട്ടികളുടെയും സ്ക്വയറും ലാസ്റ്റ് അവരെ എല്ലാം ഒരു റൂട്ടിൻ്റെ അകത്താക്കി, ഒരു കേജിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെക്കുകയാണ്. അതുപോലെ ഒരു റൂട്ടിൻ്റെ അകത്ത് നമ്മൾ സേവ് ആക്കി വെക്കുകയാണ്. അതാണ് ആക്ച്വലി മാഗ്നിറ്റ്യൂഡ്. ഇപ്പം നമുക്കൊരു സിമ്പിളായിട്ട് ഓർത്തിരിക്കാനായിട്ട് ഇപ്പോൾ മോഡുലസ് എ ആണ്. മോഡുലസ് എ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡിനെയാണ് കേട്ടോ ഈ പറയണത് മിസ്, മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ് തന്നെ ഏകദേശം എപ്പോഴും ഇങ്ങനെ ഒരു കേജിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുട്ടികളും ഒരു കേജിൻ്റെ അകത്ത് ഇരിക്കണം, അതാണ് റൂട്ട്. ഇനി എ എന്ന് പറയുന്ന പേരൻറ്റിന് ഒത്തിരി ആൾക്കാരുണ്ട്. എ എക്സ് എന്ന് പറയുന്ന ഒരു സണ്ണുണ്ട്, അതിൻ്റെ സ്ക്വയർ ഉണ്ട്, ഇനി അവർക്ക് കുട്ടികൾ കാണും. പിന്നെ എ വൈ അവരുടെ സ്ക്വയർ പ്ലസ് എ ഇസഡ് അവരുടെ സ്ക്വയർ. അപ്പോൾ പക്ഷേ എന്താ ഇവിടെ പ്രത്യേകത? മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമ്മൾ ഐ ജെ കെ ൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇനി അടുത്തത് ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇതാണ്. അപ്പം ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തത്, അതാണ് നമ്മൾ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിറക്ഷൻസ് ഒന്നും, അതിൻ്റെ ദിശകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എ എന്ന് പറയുന്നത് എത്ര, പേരൻറ്റിൻ്റെ എന്താ പറയുക സൺ അല്ലെ ഡോട്ടർ, അവരെ മാത്രം എടുത്താൽ മതി, അവരുടെ സ്ക്വയർ. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് ഈസ് ഓൾവേസ് ഇൻ എ കേജ്, ഇൻ എ പ്രൊട്ടക്റ്റിംഗ് വേ, സോ ദാറ്റ് നമ്മൾ അവരുടെ എന്താ പറയുക ആൻസർ, മാഗ്നിറ്റ്യൂഡ് ആൻസർ നമ്മളൊരു കേജിൽ അല്ലെങ്കിൽ ഒരു റൂട്ടിലായിരിക്കണം വെക്കുക. സോ ഞാൻ ഇത്രയും ക്ലൂ പറയാൻ കാരണം ദിസ് ഫോർമുല ഈസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. മാഗ്നിറ്റ്യൂഡിൻ്റെ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഐയും ജെയും കെയുടെ ആവശ്യമില്ല എന്ന് ഓർക്കുക. ഇനി നമ്മൾ പറയുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഹോംവർക്ക് ഞാൻ പറയട്ടെ. ജസ്റ്റ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എന്ത് വേണം, +1 +2 ഏതെങ്കിലുമൊക്കെ ഒരു മാഗ്നിറ്റ്യൂഡ് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുമോ? ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. എൻ്റെ കയ്യിലിപ്പം ക്വസ്റ്റ്യൻസ് മാഗ്നിറ്റ്യൂഡ് സോൾവ് ചെയ്യുന്നതില്ല. അപ്പം മാഗ്നിറ്റ്യൂഡ് ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഈക്വേഷൻ നോക്കാൻ പറ്റുമോ? നോക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കുന്നത് വെക്റ്ററിനെ. ഇനി എന്തായിരുന്നു മിസ് പറഞ്ഞു? ഡയറക്ഷൻ ഡി ആണ്, കൊസൈൻസ്. ഓക്കെ, സോ ദാറ്റ് ഇതിനി എന്താടാ, ഇത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് ഇതൊക്കെ അല്ലേ, പക്ഷെ മറന്നു പോകുക, അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഇതിനെ കുറേ ക്ലൂസ് പറയുന്നത്. കാരണം നമ്മൾ എക്സാമിന് പോയിരിക്കുമ്പോൾ നമുക്ക് റൂട്ട് ഉണ്ടായിരുന്നു, സ്ക്വയർ ആയിരുന്നു, ഒന്നും ഓർമ്മ കിട്ടില്ല. ദാറ്റ്സ് ആക്ച്വലി നോർമലായിട്ടുള്ള കാര്യമാണ്. സോ ദാറ്റ് നമ്മൾ പഠിക്കുമ്പം ബേസിക് പഠിക്കുമ്പം തന്നെ കുറച്ച് ക്ലൂ ഒക്കെ വെച്ച് പഠിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ പഠിക്കരുതെന്ന് പറയാറുണ്ട്, എന്നാൽ നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ പഠിച്ചോളൂ കേട്ടോ. അപ്പം ഞാൻ പറയാം, ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് സപ്പോസ് ഒരു വെക്റ്റർ എന്ത് ചെയ്യുക, ഇപ്പം ഇത് ഫുൾ ഇങ്ങനെ മെസ്സി ആയിട്ടുണ്ട് അല്ലേ.
കൊസൈൻസ്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ പറയാണ്, എങ്ങനെ പറയാൻ പറ്റും? സപ്പോസ് ഞാനൊരു വെക്റ്റർ, ഏതെങ്കിലും ഒരു വെക്റ്റർ എടുത്തു. അപ്പം ഈ ഒരു വെക്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വെക്റ്റർ ആൽഫ മേക്ക് ചെയ്യുന്നുണ്ട്, ആൽഫ എന്ന് പറയുന്നൊരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി മേക്ക് ചെയ്യുന്നുണ്ട് വിത്ത് എക്സ് ആക്സസുമായിട്ട് ചേർന്നിട്ട്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകും എന്ന് തോന്നുന്നു. ഓക്കെ, സോ ബീറ്റ എന്ന് പറയുന്നത്, ബീറ്റ മേക്ക് ചെയ്യുന്നത് വിത്ത് വൈ ആക്സസ് ആയിട്ട് ചേർന്ന് ബീറ്റ എന്ന് പറയുന്ന ഒരു ആളെ മേക്ക് ചെയ്യുന്നുണ്ട്. ഗാമ ഇസഡ് ആക്സസുമായിട്ട് ചേർന്ന് ഗാമയാണ് അവിടെ മേക്ക് ചെയ്യുക. ഒരു വെക്റ്റർ ഇത്രയും കാര്യങ്ങളെ മേക്ക് ചെയ്യുന്നുണ്ടെന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൽ എം എൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റീനെ എങ്ങനെ എഴുതാൻ പറ്റും എന്നറിയാവോ? എൽ എം എൻ, ഇതിനെയാണ് ആക്ച്വലി ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ, രണ്ട് വെക്റ്റേഴ്സ്, ഒരു വെക്റ്റർ വേറെ ഒരാളുടെ കമ്പോണൻ്റ് ആകണമെങ്കിൽ അവർക്കിടയിൽ ഒരു ആംഗിൾ ഫോം ആകണം, കോൾഡ് ആസ് ദ കൊസൈൻ ആംഗിൾ. ഓക്കെ, സോ അത് നിങ്ങൾ മൈൻഡ് ചെയ്യണം, ഞാനത് എഴുതിയത് വായിച്ചതാണ്. ഓക്കെ, നമുക്കതിലേക്ക് വരാം. സോ എൽ എം എൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൽ എം, അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസിനെ എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഒരു വെക്റ്റർ ഉണ്ടായിരുന്നു, ആ വെക്റ്റർ ആൽഫ എന്ന് പറയുന്ന ഒരാളെ എക്സ് ആക്സിസിൽ മേക്ക് ചെയ്തു, ബീറ്റ വൈ ആക്സസ്, ഗാമ ഇസഡ് ആക്സസിൽ മേക്ക് ചെയ്തു എങ്കിൽ എനിക്ക് ഡയറക്ഷൻ കൊസൈൻസ് എം എൻ എല്ലിന് എൽ ബിലോങ്സ് ടു കോസ് ആൽഫ, ദാറ്റ് ഇസ് എൽ എന്ന് പറയുന്നത് എക്സിൻ്റെ ആളാണ്, ദാറ്റ്സ് വൈ എക്സ് ആക്സസിൽ മേക്ക് ചെയ്ത ആൽഫ ഇവിടെ വന്നു. ആൻഡ് എം ഈസ് ഈക്വൽ ടു കോസ് ബീറ്റ ആൻഡ് എൽ എം എൻ, എൻ ഈസ് ഈക്വൽ ടു കോസ് ഗാമ, ദാറ്റ് ബിലോങ്സ് ടു ഇസഡ് ആൻഡ് ബീറ്റ ബിലോങ്സ് ടു വൈ. സോ നമുക്കിതിൻ്റെയൊക്കെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് n square equal to 1. So the direction cosines in the sum in the square 1. Okay, so this is actually എന്താ പറയുക, ഭയങ്കരമായിട്ട് ഫ്രീക്വൻ്റ്ലി ആസ്ക് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഗേറ്റിന്. എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളത് ഈ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, MCQയിൽ MSQയിലൊക്കെ ഈ ഒരു എന്താ പറയുക ഡയറക്ഷൻ കൊസൈൻസിൻ്റെ ഒരു കേസാണ്, ഒരു കീ ആണ് ആക്ച്വലി എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നോട്ട് എഴുതാൻ പറയുകയാണെങ്കിൽ, ഇഫ് എ മേക്സ് ആംഗിൾ ആൽഫ ബീറ്റ ഗാമ വിത്ത് എക്സ് വൈ ഇസഡ് ആക്സസ് റെസ്പെക്റ്റീവ്ലി, ദെൻ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ആർ, ദാറ്റ് ഇസ് എൽ ഈക്വൽ ടു ആൽഫ കോസ് ആൽഫ, എം ഈസ് ഈക്വൽ ടു കോസ് ബീറ്റ, എൻ ഈസ് ഈക്വൽ ടു കോസ് ഗാമ. ഓക്കെ, സോ യൂണിറ്റ് വെക്റ്റർ അലോങ് എ ക്യാൻ ബി റിട്ടൺ ആസ്. ഓക്കെ, അപ്പം കുറച്ച് നോട്ട്സ്, ഈ നോട്ട്സ് ഞാനൊന്ന് ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഈ നോട്ട്സ് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം. അതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഞാൻ പറയുന്നുണ്ട് എന്താ, ഇപ്പോൾ എൻ്റെ നോട്ട്സിൻ്റെ പ്രത്യേകത ഇംഗ്ലീഷും മലയാളവും ഒക്കെ കാണും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളം നോക്കിയാൽ മതി, അല്ലെങ്കിൽ അതർവൈസ് യു ഹാവ് ടു സ്കിപ്പ് ദാറ്റ്. ഓക്കെ, സോ ഇപ്പം ഇവിടെ ഞാൻ പറയുന്നുണ്ട്, സിമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ട് വെക്റ്റേഴ്സ്, ഒരു വെക്റ്റർ വേറെ ഒരാളുടെ കമ്പോണൻ്റ് ആകണമെങ്കിൽ അവർക്കിടയിൽ ഒരു ആംഗിൾ ഫോം ആകണം. ഇതൊരു പൊട്ടയായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറയാനായിട്ട് രണ്ട് വെക്റ്റേഴ്സ് ഞാൻ എടുത്തു. ഈ രണ്ട് വെക്റ്റേഴ്സ്, ഇപ്പം എ എന്ന് പറയുന്നൊരു വെക്റ്റർ ഉണ്ട്, ബി എന്ന് പറയുന്നൊരു വെക്റ്റർ ഉണ്ട്. അപ്പം എ എന്ന് പറയുന്ന വെക്റ്റർ, ഇപ്പം ഞാൻ പറയാണ് എ എന്ന് പറയുന്ന വെക്റ്റർ ബിയുമായിട്ടൊരു റിലേഷൻ ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഇവർക്കിടയിൽ എന്ത് വേണം? ഒരു ആംഗിൾ ഫോം ചെയ്യണം എന്ന് വിചാരിച്ചു. ഇവർക്കിടയിൽ ഒരു ആംഗിൾ ഫോം ചെയ്യണം. ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് കൊസൈൻ ആംഗിൾ എന്ന് പറയുന്നത്. കൊസൈൻ ആംഗിൾ. ഓക്കെ, സോ കൊസൈൻ ആംഗിൾ ഇസ് ആക്ച്വലി ദ സ്മോളസ്റ്റ് ആയിട്ടുള്ളൊരു ആംഗിളാണ്. അതായത് ഇത് നമ്മളോട് ചോദിക്കാൻ ചില സമയത്ത് MCQ MSQയിൽ ഗേറ്റിന് ഒരു വെക്റ്ററിന് വേറൊരു വെക്റ്ററിൻ്റെ ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ അവർക്കൊരു റിലേഷൻ ഉണ്ട്, കമ്പോണൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ അവർക്കിടയിലുള്ള റിലേഷനാണ് ഇത്. ഏതാണ്? വെക്റ്റർ എയും വെക്റ്റർ ബിയും തമ്മിലൊരു റിലേഷൻ, അവർക്കിടയിലൊരു ആംഗിൾ ഉണ്ടാവണം. ആ ആംഗിളിൻ്റെ പേരാണ് കൊസൈൻ ആംഗിൾ. ദാറ്റ് ആംഗിൾ ഇസ് ആക്ച്വലി സോ സ്മോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പറയുകയാണ് വേറൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പക്ഷേ ഗേറ്റിന് ഇപ്പോഴത്തെ പ്രത്യേകത, നമ്മൾ ഇങ്ങനത്തെയൊക്കെ കുറേ പഠിച്ചിട്ട് പോകും, പക്ഷേ ഇതൊക്കെ ഇതിൽ നിന്ന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലാണ് ഗേറ്റ് ചോദിക്കുന്നത്. പക്ഷെ ചില സമയത്ത് നമുക്ക് ഇപ്പം
എൻ്റെ ഒരു ഇതിൽ എക്സ്പീരിയൻസിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ഉള്ളത് നമുക്ക് പഠിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. എനിവേ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു L = കോസ് ആൽഫ എന്ന് പറഞ്ഞു. ഇപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പം എന്താണ് ഇപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ആൽഫ എന്ന് പറയുന്നത്, ഞാൻ പറയുകയാണ് ഇഫ് നിങ്ങളോട് പറയുകയാണ് ആൽഫ = 90 ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ L എന്തായിട്ട് മാറും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടായിരിക്കില്ല ഗേറ്റിന് ക്വസ്റ്റ്യൻ വരിക. ചിലപ്പോൾ കുറേ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് നിങ്ങളോട് പറയുന്നത് ചിലപ്പം പെർപെൻഡിക്കുലർ ആയിരിക്കും നിങ്ങളുടെ ആംഗിൾ, അങ്ങനെയാണ് എന്ത് സംഭവിക്കും. ചിലപ്പം പാരലൽ ആയിരിക്കും, അങ്ങനെയാണ് എന്ത് സംഭവിക്കും. ഡയറക്റ്റ് 90 ഡിഗ്രി എന്ന് പറയണം എന്നില്ല. അപ്പം നമുക്കറിയാം കോസ് 90 ഡിഗ്രി എന്ന് പറയുമ്പം L എന്ന് പറയുന്നത് 0 ആയി. L 0, അത്രയേ ഉള്ളൂ ആക്ച്വലി അതിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് പലതരത്തിലൊരു സ്റ്റോറി പറഞ്ഞിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡയറക്റ്റ്ലി 90 ഡിഗ്രി എന്ന് പറയണമെന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആക്ച്വലി ഡോട്ട് പ്രൊഡക്റ്റ്. സോ ഡോട്ട് പ്രൊഡക്റ്റ് ഞാനിപ്പോൾ ഞാനിപ്പോൾ സപ്പോസ് ചെയ്യണം ഐ എം പുഷിങ് എ ടേബിൾ. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു പുഷ് എ ടേബിൾ. ഒരു ടേബിൾ പുഷ് ചെയ്യാനായിട്ട് പോവാണ്, ഓർ ഐ എം ജസ്റ്റ് പുഷിങ് എ ടേബിൾ. സോ എന്താണെന്ന് വെച്ചപ്പം ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നോട്ട് എക്സാക്ട്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണെന്ന് വിചാരിച്ചത്. ടേബിൾ ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ, ഇപ്പം നിങ്ങളിൽ ഒരാളിങ്ങനെ ഒരു ടേബിൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടേബിൾ ഇങ്ങനെ ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇതിൽ ടേബിൾ ഒരു ദിശയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അതിന് ഓപ്പോസിറ്റായിട്ട്, അത് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റായിട്ടൊരു ഫോഴ്സ് കൊടുക്കുകയാണെന്ന് വെച്ചോ, അല്ലേ? അതായത് ഇതാണ് ഇതാണ് നമ്മുടെ ടേബിൾ. ഓക്കെ, നിങ്ങളിൽ ഒരാൾ ഈ ടേബിളിനെ ഇങ്ങോട്ട് തള്ളുന്നു. അപ്പം ആദ്യത്തെ ഇനീഷ്യൽ കേസിൽ ടേബിൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ദിസ് ഈസ് ആക്ച്വലി ഇനീഷ്യൽ കേസാണ്, ടേബിൾ മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഞാൻ ഓപ്പോസിറ്റായിട്ട് ഫോഴ്സ് കൊടുക്കുകയാണ്. സോ ദാറ്റ് ഞാൻ ഇങ്ങോട്ട്, അപ്പം ദിസ് ഈസ് ദ സെക്കൻഡ് കേസിൽ മിസ് ഇതിന് ഓപ്പോസിറ്റായിട്ട് ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഓൺലി വൺ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ഹെൽപ്സ് മൂവ് ദ ടേബിൾ, അല്ലേ? ഒന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊടുത്ത ഫോഴ്സിലായിരിക്കും ആ ടേബിൾ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മിസ് കൊടുക്കുന്ന ഫോഴ്സ്. കാരണം നമ്മളിൽ ആരാണോ ഏറ്റവും കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത് അവരുടെ ദിശയിലേക്കായിരിക്കും പിന്നെ ആ ടേബിൾ മൂവ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഒരു കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇനിഷ്യലി ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, Fx ആയിരുന്നു ആദ്യം നിങ്ങളിൽ ഒരാൾ കൊടുത്ത കമ്പോണൻറ്റ്. ഫോഴ്സ് എന്ന് പറയുന്ന എഫ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് നിങ്ങൾ ഒരാൾ കൊടുത്തത് Fxും മിസ് കൊടുത്തത് Fy ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദാറ്റ് ടേബിൾ മൂവ് ചെയ്ത് കഴിയുമ്പം ഒന്നെങ്കിൽ Fx കാണും അല്ലെങ്കിൽ Fy കാണും, അല്ലേ? സോ ദാറ്റ് യൂസ്ഫുൾ കമ്പോണൻറ്റ് ഈസ് ആക്ച്വലി മെഷേർഡ് യൂസിങ് ദ ഡോട്ട് പ്രൊഡക്റ്റ്. അതായത് നമുക്ക് ഏതാണോ അവിടെ യൂസ്ഫുള്ളായിട്ടുള്ള കമ്പോണൻറ്റ്, അതായത് Fxലാണോ ടേബിൾ മൂവ് ചെയ്തത്, അല്ലെങ്കിൽ Fy കൊടുത്തപ്പോഴാണോ ടേബിൾ മൂവ് ചെയ്തത്, അല്ലെങ്കിൽ ടേബിൾ മൂവ് ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫോഴ്സിൻ്റെ ഏത് കമ്പോണൻ്റാണ്, Fx ആണോ Fy ആണോ, അല്ലെങ്കിൽ ഫോഴ്സിന് എത്ര കമ്പോണൻസ് ഉണ്ടോ അതിലേതായിരുന്നു അവിടെ പെർഫെക്റ്റ് ആയിട്ട് ആ ടേബിൾ മൂവ് ചെയ്യാൻ ആക്ട് ചെയ്തത്. അങ്ങനെ ആ ഫോഴ്സ് അല്ലെങ്കിൽ ആ കുറേ കമ്പോണൻസിൽ നിന്ന് ആ പെർട്ടിക്കുലർ കമ്പോണൻറ്റിനെ കണ്ടുപിടിക്കുന്ന ആ ഒരു മെഷർമെൻറ്റ് ആണ് ആക്ച്വലി നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, കുറച്ചെങ്കിലും മനസ്സിലായി. ഞാൻ കൺഫ്യൂസ് ആക്കിയോന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് ഐ ഹോപ്പ് ഇറ്റ് ഈസ് എ ലിറ്റിൽ ബിറ്റ് ക്ലിയർ ഫോർ യു. ഓക്കെ, സോ ഡോട്ട് പ്രൊഡക്റ്റ് നമുക്കറിയാം എപ്പോഴും കാണിക്കണത് A.B എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ആക്ച്വലി ഡോട്ട് പ്രൊഡക്റ്റ് ആണല്ലോ. സോ ഡോട്ട് ഡിനോട്ടഡ് ടു പോയിന്റ്, അല്ലേ? ഇപ്പം ഡോട്ട് പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് A.B. ഓർത്ത് വെച്ചോണം. A.B എന്ന് പറയുന്നത് (A)(B) cos theta. This is actually dot product. ഇപ്പോൾ ഓർത്ത് വെക്കാൻ പറയാം, ഇനി കുറേ നമ്മൾ പഠിക്കും ഇതുപോലെ. So this is actually the dot product. Okay, so can I ask you something? So if you imagine, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. കുറേ സ്റ്റോറീസ് പറഞ്ഞിട്ട് ഞാൻ പറയാണ്, ഇഫ് ദിസ് ഇസ് ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ദെൻ വാട്ട് ഹാപ്പൻ ടു A.B? അതായത് നമ്മൾ കൊടുത്ത ഫോഴ്സ് കാരണം അവിടെ മേക്ക് ചെയ്ത ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കമ്പോണൻറ്റിന് എന്ത് സംഭവിക്കും? ഇപ്പം ഞാൻ പറയാണ്,
എ ബി കോസ് 90 എന്ന് പറയുന്നത് 0. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വെക്റ്റർ ഉണ്ടാവാൻ പോകുന്നില്ല. അതായത് അങ്ങനെയാണെങ്കിൽ അതിന് ഒരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റോ അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഒരു വെക്റ്ററും നമ്മൾ കൊടുക്കുന്ന ആ സമയത്ത്, അതായത് ഇപ്പം ഞാൻ പറയട്ടെ, രണ്ട് ഫോഴ്സും സെയിം ആണെങ്കിൽ ടേബിൾ മൂവ് ചെയ്യാനേ പോകുന്നില്ല. നിങ്ങൾ അങ്ങനെ ഇപ്പം അത് പ്രാക്ടിക്കലി ഇതിൻ്റെ കേസിൽ ആ ഒരു എക്സ്പ്ലനേഷൻ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല, തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റുമല്ല. സോ നിങ്ങൾക്കത് മനസ്സിലാവാനായിട്ട് ഞാൻ പറയുകയാണ്, എപ്പോഴാണ് ഇപ്പോൾ രണ്ട് മൂവ്മെൻറ്റും കൊടുക്കുന്ന രണ്ട് ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക, ടേബിൾ എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ ഇരിക്കുള്ളൂ, അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല. സോ ദാറ്റ് അതിപ്പോൾ ഞാൻ പറയുന്നത് ആ സമയത്ത് ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ആ ഫോഴ്സ് മൂലം ഉണ്ടാവുന്ന ആംഗിൾ, രണ്ട് ഫോഴ്സ് മൂലം ഉണ്ടാവുന്ന ആംഗിൾ θ = 90 ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് FXും അവിടെ ആക്ട് ചെയ്യുന്നില്ല, FYയും അവിടെ ആക്ട് ചെയ്യുന്നില്ല. സോ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, സോ ദാറ്റ് ഇനി ഞാൻ പറയാണ്, നമ്മളങ്ങനെ മൂവ് ചെയ്ത സമയത്ത് നമ്മുടെ θ എന്ന് പറയുന്നത് = 0 ആണെന്ന് വിചാരിക്കുക. സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കമ്പോണൻറ്റ് മെഷർ ചെയ്യണം. ദാറ്റ് ഈസ് എനിക്കറിയാം A.B = |A||B cos θ ആണ്. അങ്ങനെയാണെങ്കിൽ |A||B cos 0. സോ ദാറ്റ് cos 0 എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ്. സോ ദ ആൻസർ ഇസ് ആക്ച്വലി 1 അല്ലേ. A.B എന്ന് വെച്ചാൽ അത് 1 ആണ്. അപ്പോൾ cos 0 1 ആണ്, അല്ലെങ്കിൽ AB തന്നെയാണ്. അതായത് ഡോട്ട് പ്രൊഡക്റ്റ് മാക്സിമം ആവുന്ന കേസാണ്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുമോ. θ = 0 ആകുമ്പോഴാണ് എന്ത് പറയുന്നത്, ഡോട്ട് പ്രൊഡക്റ്റ് ഏറ്റവും മാക്സിമം ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കാനുണ്ടോ? ഉണ്ടല്ലേ. ദാറ്റ് ഇസ് എന്തായിരിക്കും, θ = 180. ദാറ്റ് ഇസ് എനിക്കറിയാം A.B = |A||B cos θ, therefore which is equal to cos 180. Cos 180 is always -1. So that dot product minimum. അപ്പം നിങ്ങൾ 3 കാര്യങ്ങളൊന്ന് എഴുതി വെക്കും. അതായത് θ = 90 ആകുമ്പം 0 ആയി, θ = 0 ആയപ്പോൾ 1 ആയി, ദാറ്റ് ഈസ് ദ മാക്സിമം ഡോട്ട് പ്രൊഡക്റ്റ്. ആൻഡ് θ = 180 ആയപ്പോൾ -1 ആയി, ദാറ്റ് ഈസ് ഡോട്ട് പ്രൊഡക്റ്റ് മിനിമം. ഓക്കെ, അപ്പോൾ ഇനി ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് മക്കളൊന്ന് പറഞ്ഞേ. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞൊരു ക്ലൂ ഉണ്ടല്ലോ, ഒരു ടേബിൾ, ആ ടേബിൾ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നു, എങ്ങോട്ടേലൊക്കെ ഫോഴ്സ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ എന്തുവാ ചെയ്യുന്നത്, ഈ ടേബിൾ മൂവ് ചെയ്തോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഈ ടേബിളിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അത് ആക്ച്വലി എന്താണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, വർക്ക് ഡൺ. അവിടെ എന്തെങ്കിലും നമ്മളൊരു വർക്ക് ചെയ്തോ എന്നുള്ളതാണ്. സോ ദാറ്റ് വർക്ക് ഡൺ, വർക്ക് അവിടെ ചെയ്തോ. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ നേരം നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. പിന്നെ പ്രൊജക്ഷൻ അല്ലേ, അതിപ്പോൾ ആംഗിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പ്രൊജക്ഷൻ, ആംഗിളിൻ്റെ അവിടെ പ്രൊജക്ഷൻ. അതുപോലെ തന്നെ ബിറ്റ്വീൻ വെക്റ്റേഴ്സ്, രണ്ട് വെക്റ്റേഴ്സ് അല്ലേ, ഈ വെക്റ്റർ കമ്പോണൻ്റ് ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ പവർ കണ്ടുപിടിക്കാനായിട്ട് ഒക്കെ നമ്മൾ എന്താ പറയുക, ഡോട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് യു ഹാവ് ടു സോൾവ് വൺ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. ഒരു ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ക്വസ്റ്റ്യനും കൂടെ ചെയ്യുമോ? ഇതൊക്കെ കുറച്ച് സിമ്പിളാണ് കേട്ടോ, അതുകൊണ്ട് ഞാനിത് പറഞ്ഞു പോകുന്നത്. ഒരു ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് നോക്ക്. ഞാനതിൽ അടുത്ത ക്ലാസ് ചെയ്തില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യാം, ഷോർട്സിലിടാം കേട്ടോ. ഏതാ ഞാൻ ഇടുന്നതെന്നറിയോ, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനും ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനും ഒക്കെ ഷോർട്സിൽ വീഡിയോസ് നോക്കണേ. അതാകുമ്പോൾ എനിക്ക് ഓരോ ദിവസവും ഒരു ക്വസ്റ്റ്യൻസ് വെച്ച് ഷോർട്സിലിടാമല്ലോ. ലെങ്തി വീഡിയോ എടുക്കാനാണല്ലോ പ്രശ്നം നമുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. മിസ് അപ്പോൾ ഉടനെ തന്നെ ഇടാം, ഈ വീക്ക് കൊണ്ട് തന്നെ ഇടാൻ മാക്സിമം ശ്രമിക്കാം. നിങ്ങളൊന്ന് നോക്കുക ചെയ്യാൻ. ഇനി എന്താണിടാ, ക്രോസ് പ്രൊഡക്റ്റ് കൂടെ നോക്കിയാലോ. ശരിക്കും ക്രോസ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രൊഡക്റ്റ് ഓഫ് വെക്റ്റേഴ്സിൽ വരുന്നതാണല്ലേ. അങ്ങനെയും കൂടെ വേണേൽ പറഞ്ഞുതരാം. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാവോ? ഒരു ക്ലാസിഫിക്കേഷൻ പറയാനുണ്ടായി. ഒന്നുമില്ല, വെക്റ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് പ്രൊഡക്ട്സ് ഓഫ് വെക്റ്റേഴ്സ്. ഓക്കെ, വെക്റ്റേഴ്സിൻ്റെ പ്രൊഡക്ട്സ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തെ സ്കെയിലാർ പ്രൊഡക്റ്റ്, അത് തന്നെയാണ് മക്കളെ നമ്മളിപ്പോൾ പഠിച്ച ഡോട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ വേറൊരു പേരെന്താണ്, സ്കെയിലാർ പ്രൊഡക്റ്റ്. ഇനി വെക്റ്റർ ഓർ ക്രോസ് പ്രൊഡക്റ്റ്. അപ്പോൾ വെക്റ്റർ പ്രൊഡക്റ്റ് എന്നൊക്കെ ഇടയ്ക്കൊന്ന് പറയണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ വെക്റ്റർ പ്രൊഡക്റ്റാ അതെന്ത് എന്ന് ഓർക്കും കേട്ടോ. ക്രോസ് പ്രൊഡക്റ്റ് ഇടയ്ക്ക് നമ്മൾ വെക്റ്റർ പ്രൊഡക്റ്റ് എന്നും ഡോട്ട് പ്രൊഡക്റ്റിന് ഇടയ്ക്കൊക്കെ ഒന്ന് സ്കെയിലാർ പ്രൊഡക്റ്റ് എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞത് സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഡോട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് വെക്റ്റർ പ്രൊഡക്റ്റ് അഥവാ ക്രോസ് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം.
എന്താണ് ക്രോസ് പ്രൊഡക്റ്റ്? ക്രോസ് പ്രൊഡക്റ്റ് സോ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ റെക്കോർഡ് ഓക്കെ. ക്രോസ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ക്രോസ് പ്രൊഡക്റ്റ് ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ പഠിക്കാൻ നേരം, ദാറ്റ് ഈസ് ആക്ച്വലി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളാണ്. കുറച്ച് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ആളാണ് ക്രോസ് പ്രൊഡക്റ്റ്. കാരണം ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് 9ാം ക്ലാസ്സിലാണോ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ടോർക്കിനെ പറ്റി പഠിക്കുമ്പോൾ ഐ എം സോ ക്യൂരിയസ് അബൌട്ട് ടോർക്കിനെ പറ്റി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ഭാഗമാണ് ടോർക്ക് ആൻഡ് ക്രോസ് പ്രൊഡക്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ. ബിക്കോസ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ആക്ച്വലി ദ മെഷർ ഓഫ് എന്താ പറയുക, അതിന് മെഷേഴ്സ് എന്താ പറയുക, ടേണിങ് എഫക്റ്റ് ആണ് മെഷർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മിസ്സ് പറഞ്ഞൊരു കാര്യം എന്താ, ഇപ്പം നമ്മളിങ്ങനെ ഒരു ബോട്ടിലിൽ നമ്മുടെ ബോട്ടിലിൻ്റെ അതിനെന്താ പറയുക, അടപ്പ് അല്ലേ, അടപ്പ് തുറക്കുന്നത് ആക്ച്വലി അതൊരു ടേണിങ് എഫക്റ്റ് അല്ലേ, അതൊരു ടോർക്കല്ലേ. നമ്മളൊന്ന് നമ്മുടെ കൈ ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിച്ച് നമ്മൾ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ തുറക്കും. ദാറ്റ് ഈസ് ആക്ച്വലി ഒരു ടേണിങ് എഫക്റ്റ് അല്ലേ. അത് തന്നെയല്ലേ നമ്മൾ ഈ ടോർക്ക് എന്ന് പറയുന്നത് എപ്പോഴും. അപ്പം ഞാൻ എപ്പോഴും ബോട്ടിലിങ്ങനെ തുറക്കുമ്പം എന്തെങ്കിലും ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഐ ഓൾവേസ് റിമെമ്പർ അബൌട്ട് ടോർക്ക്. അപ്പോൾ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ടോർക്ക് ഭയങ്കര എന്താ പറയുക ക്ലോസ് ടു ആണ്. ഓക്കെ, സോ എനിവേ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കാട് കയറി. എനിവേ സോ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് ആക്ച്വലി എന്തിനെയാണ്, ടേണിങ് എഫക്ട്സിനെയാണ്. ഇപ്പോൾ അതിന് എക്സാമ്പിൾ, ഇപ്പോൾ ക്രോസ് പ്രൊഡക്റ്റിന് ഞാൻ എക്സാമ്പിളാണ് ഇപ്പോൾ മിസ്സ് പറഞ്ഞ ടോർക്ക്. ഇനി നിങ്ങളത് മറക്കരുത് കേട്ടോ, ടോർക്ക്. ദെൻ വാട്ട്, ആംഗിൾ. ഇനി ഓരോ തവണ കുപ്പി തുറക്കുമ്പോഴും യു ഹാവ് ടു തിങ്ക് ദിസ് ഈസ് ടോർക്ക്. ഓക്കെ, സോ ആംഗുലർ മൊമെൻറ്റം. ദെൻ ടോർക്ക് എവിടെയുണ്ടോ അവിടെ ആംഗുലർ മൊമെൻറ്റം ഉണ്ട്, ബിക്കോസ് അതും ആംഗിൾ ആണല്ലോ. ദെൻ മാഗ്നറ്റിക് ഫോഴ്സ്. ദെൻ ഓക്കെ, സോ ദാറ്റ്സ് എനഫ്. ദെൻ ഇനി ഞാൻ പറയുകയാണെങ്കിൽ പെട്ടെന്ന് മാറ്റുന്നത് ബിക്കോസ് ലെങ്ത് ആയിപ്പോവും, അതുകൊണ്ടാണ് നിങ്ങൾ പതിയെ പോസ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം കേട്ടോ. സോ ക്രോസ് പ്രൊഡക്റ്റ് വേണമെങ്കിൽ എഴുതാമെന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് വേറെ നോട്ട്സ് ഉണ്ടോയെന്ന് മിസ്സിന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, സോ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എ ക്രോസ് ബി. പേരിൽ തന്നെയുണ്ട് ക്രോസ്, ഒരു ക്രോസ് അങ്ങ് ഇട്ടേക്കുക. ഓക്കെ, ക്രോസ് മാത്രം ഇടാവേ, വട്ടം ഇടരുത്. ഓക്കെ, സോ എ ക്രോസ് ബി ഈക്വൽ ടു മോഡുലസ് എ മോഡുലസ് ബി. ദിസ് ഇസ് സൈൻ തീറ്റ. നേരത്തെ കോസ് തീറ്റ ആയിരുന്നു ഡോട്ടിന്, ഇവിടെ സൈൻ. അപ്പോൾ ക്രോസ് ഞാൻ എപ്പോഴും അതിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രോസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ക്രോസ് ചെയ്തു എന്നുള്ളത്. ക്രോസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സിന്നാണ്, ഞാൻ എപ്പോഴും വിചാരിക്കുക അതൊരു തെറ്റാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ എപ്പോഴും സൈൻ വരും, സൈൻ അങ്ങനെ ഓർക്കാം. ഡോട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ പറയുക കോസ്, കാരണം ഡോട്ട് എന്ന് പറയുന്നത് ഓ പോലെ ഓർക്കണം. അപ്പോൾ ആ കോസിലാണ് ആ ഓ ഉള്ളത്. അപ്പം അങ്ങനെ ചുമ്മാ വേണ്ടവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഭയങ്കര എന്താ പറയുക ഡെപ്തിൽ ഇത് വേറെ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ഇറ്റ്സ് ഓക്കെ കേട്ടോ, അതൊന്നും ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. എന്താ പറയുക കുറച്ചും കൂടി ഇങ്ങനെ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. യു ഡോണ്ട് നീഡ് ടു മൈൻഡ് ഇറ്റ്. ഓക്കെ, സോ എ ബി സൈൻ തീറ്റ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു പാരലൽ വെക്റ്റർ ആണെങ്കിൽ ദാറ്റ് ഇസ് തീറ്റ ഈക്വൽ ടു 0 ആയിരിക്കും. സൈൻ 0 ദാറ്റ് ഇസ് സൈൻ. ഇപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 0, അതായത് ഒരു പാരലൽ വെക്റ്റേഴ്സ് ആണ്. ഓക്കെ, തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ സൈൻ 0 എന്ന് പറയുന്നത് 0. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് 0 ആയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുമോ തീറ്റ ഈസ് ഈക്വൽ ടു 90 ആണ്, ദാറ്റ് ഇസ് പെർപെൻഡിക്കുലർ ആക്സസ് ആണ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ വെക്റ്റേഴ്സ് ആണെങ്കിൽ സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതിനെ ഞാൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ വെക്റ്റേഴ്സ് ആണല്ലോ. അതുപോലെ തന്നെ സൈൻ 0 എന്ന് പറയുന്നത് പാരലൽ വെക്റ്റേഴ്സ്. 0 ആവുന്നത് പാരലൽ, 90 ആവുന്നത് പെർപെൻഡിക്കുലർ. അപ്പം സൈൻ തീറ്റ 1. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് മാക്സിമം ആവുന്നത് തീറ്റ 90-ലായിരിക്കും. നേരത്തെ കേസിൽ ഡോട്ട് പ്രൊഡക്റ്റിൽ എവിടെയാണെന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, പിന്നെ റൈറ്റ് ഹാൻഡ് റൂളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ് അല്ല, അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് റൂളൊക്കെ ഒന്ന് നോക്കാമായിരുന്നു. സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിവേ, അപ്പോൾ ഇത് നിങ്ങളിപ്പം ഇവിടെ ഒന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയും. ഇപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് യു ഹാവ് ടു ടേക്ക് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് എഴുതുക. ദെൻ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് എഴുതുക. രണ്ടിൻ്റെയും ഡിഫറൻസ്, ഇതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇതിൻ്റെ എക്സാമ്പിൾ എന്താ. ദെൻ ചെയ്യേണ്ടത് ഓരോന്നും, അതായത് ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റിൽ 0 ആകുമ്പോഴും 90 ആകുമ്പോഴും 180 ആകുമ്പോഴും എന്ത് പറ്റും, ക്രോസിൽ ഇത് 3 ആകുമ്പോൾ എന്ത് പറ്റും, ഡോട്ടിൽ മാക്സിമം ഏതാ മിനിമം ഏതാ, ക്രോസിൽ മാക്സിമം ഏതാ മിനിമം ഏതാന്ന് യു ഹാവ് ടു റൈറ്റ് സെപ്പറേറ്റ്ലി. പഠിച്ചതിന് ശേഷം യു ഹാവ് ടു റൈറ്റ് സെപ്പറേറ്റ്ലി ഇൻ യുവർ നോട്ട്. ഓക്കെ,
സോ ഇനി അടുത്തത്, ഇനി എത്രയും കൂടെ ഉണ്ട്, കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ, പറഞ്ഞു പോവാം അല്ലേ. ഇനി വല്ലപ്പോഴും ഒക്കെ ക്ലാസ് എടുത്താൽ ഇതാണ് പ്രശ്നം അല്ലേ, തീരത്തില്ല. എനിവേ ദിസ് ഈസ് ആക്ച്വലി സംതിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, പ്രശ്നമില്ല. പക്ഷേ എനിവേ സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. സോ സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പം സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് കേൾക്കുന്നു ഒരു വേർഡ് ഓർത്തണം, വോളിയം. ഇത് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അവിടെ എന്താണെങ്കിലും വോളിയം, അതായത് വോളിയം കാണാൻ എന്ന് മാത്രം. ഞാൻ എൻ്റെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, വോളിയം കാണാൻ. ഓക്കെ, സോ വൺ വേർഡ് വോളിയം കാണാൻ യൂസ് ആക്കുന്നു. അപ്പം അതിന് എക്സാമ്പിൾ ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റ് എടുത്താൽ ഇതിന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, റെസിപ്രോക്കൽ ലാറ്റിസ് ആണ് ഇതിനൊരു എക്സാമ്പിൾ. റെസിപ്രോക്കൽ ലാറ്റിസ് അത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നമ്മൾ പഠിക്കാൻ ക്ലാസ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, നോക്കുക. നമ്മൾ സോളിഡൊക്കെ എടുക്കണം എന്ന് നമ്മുടെ ആഗ്രഹം, എത്രമാത്രം തീരുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. എനിവേ അതൊന്നും നമ്മളിപ്പം ഡിസ്കസ് ചെയ്യേണ്ട, പഠിക്കുന്നത്രയും പഠിക്കാം. ഓക്കെ, അപ്പം ഇതാണ് സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. അപ്പോൾ സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഒരു പേര് പോലെ തന്നെ ട്രിപ്പിൾ ഉണ്ട്, 3 പേരുണ്ട്. അപ്പം 3 പേരുണ്ടാവണം. അപ്പം 3 പേര് ഞാൻ പറയാണ് എ ഡോട്ട് ബി ക്രോസ് സി. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ഇത് എന്താ പറയുക, സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. ഒരു വേർഡ് ഓർത്താൽ മതി, വോളിയം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേർഡ് ഇൻ സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. റിപ്പീറ്റ് ചെയ്ത് എന്താ, വോളിയം. ഓക്കെ, സോ സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് മീൻസ് വോളിയം. സോ ഇഫ് വാല്യൂ ഇസ് 0, ഇപ്പം ഈ വാല്യൂ അതായത് ഓക്കെ, ഞാൻ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്തു തരാം. അതായത് എ ഡോട്ട് ബി ക്രോസ് സി, അതായത് നമ്മുടെ ഈ ആളെ പറയുന്നതാണ് സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. നിങ്ങളുടെ സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വോളിയത്തിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആകുമ്പോൾ ആ വെക്റ്റേഴ്സിനെയാണ്, വാല്യൂ 0 ആകുമ്പോൾ, ഇത്രയും ആൾക്കാർ 0 ആകുമ്പം ആ ഇവിടെ ഉണ്ടാവുന്ന വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സിനെ നമ്മൾ പറയുന്ന പേരാണ്, അതായത് സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന വാല്യൂ എടുക്കുമ്പം 0 ആകുവാണെങ്കിൽ അവിടെ ഉണ്ടായ വെക്റ്റേഴ്സിനെ നമ്മൾ പറയുന്നതാണ് കോപ്ലെയിനർ വെക്റ്റേഴ്സ്. ഇത് ഞാൻ ഓർക്കുന്നത് എങ്ങനെയാണ്, ഓ അതായത് 0 ആകുമ്പോൾ അത് കോപ്ലെയിനർ. ഗേറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. എ ഡോട്ട് ബി ക്രോസ് സി ഈക്വൽ ടു 0 ആകുമ്പം അത് കോപ്ലെയിനർ ആണോ, അത് എന്താണ് അതിനെ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ 1-2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. അത് സെയിം തന്നെയാണ് പറയുന്നത്, പക്ഷേ അതൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയുന്നത്. ഇനി അടുത്തതാണ് വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. നോട്ട് വായിച്ച് നോക്കണേ, ലാസ്റ്റ് ഞാൻ കാണിക്കാവേ. വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഇനിയുണ്ടല്ലോ, നിങ്ങൾക്ക് നോട്ട്, എന്നോട് ആരോ നോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോട്ട്, ഇപ്പം എൻ്റെ കയ്യിൽ എല്ലാ നോട്ട്സും ഇല്ല, പക്ഷേ മാത്തമാറ്റിക്കലിനൊക്കെ മിസ് എടുക്കുന്ന നോട്ട്സുകളൊക്കെ മിസ്സിൻ്റെ കയ്യിലുണ്ട്. അപ്പം എൻ്റെ നോട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് ഈ ചാനലിൽ എനിക്ക് തോന്നുന്നു ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞൊരു മെയിൽ ID ഉണ്ട്. നോട്ട് വേണമെങ്കിൽ അത്രയും ഭാഗം വെച്ചിട്ടേ ഞാൻ അയക്കുകയുള്ളൂ, കാരണം ബാക്കി എനിക്കിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരണം നോട്ട്സ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട നോട്ട്സ് മിസ് അയച്ചു തരാം കേട്ടോ. എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി ആർക്കെങ്കിലും വേണമെങ്കിൽ, കാരണം കമൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ യു ഹാവ് ടു മെയിൽ ഇഫ് യു നീഡ് ദിസ് നോട്ട്സ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ. അതർവൈസ് യു ഹാവ് ടു ടേക്ക് ദ സ്ക്രീൻഷോട്ട് ഫ്രം ദിസ് വീഡിയോ. ഓക്കെ, സോ വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്താ, സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. ഓക്കെ, ഞങ്ങളുടെ വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എല്ലാം ക്രോസ് ആക്കുക. ഇതാണ് കേട്ടോ വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്, ഇതാണ് വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പം ഇതിനൊരു ഫോർമുല ഉണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടോ മക്കൾ? ഇതാണ് ട്രിപ്പിൾ പ്രൊഡക്റ്റ്, വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഈക്വൽ ടു, ഇതിൻ്റെ ഉത്തരമാണ് നമ്മളെങ്ങനെയാണ് പഠിക്കുക, നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും ഇത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ പറയുന്നതാണ്, എളുപ്പത്തിൽ പറയുന്നതാണ് ബാഗ് മൈനസ് ക്യാബ്. ഓക്കെ, അതിൽ ബീനെ ഇങ്ങ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ AC ഡോട്ട് ഇടുക, സീനെ ഇങ്ങ് പുറത്തെടുത്തിട്ട് A ഡോട്ട് ബിക്ക് അങ്ങ് ഡോട്ട് ഇടുക. ഇതാണ് ശരിക്കും എന്ത്,
സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിനെ എഴുതാൻ ബാക്ക് മൈനസ് ക്യാപ്. ഓക്കെ, ബാക്കിയെല്ലാം പുറത്തെടുത്ത് അകത്ത് ഡോട്ട്. സോ അതാണ് ഫേമസ് മെമ്മറി ട്രിക്കാണ് ബാക്ക് മൈനസ്, അല്ലെങ്കിൽ നമുക്ക് ബാക്ക് മൈനസ് ക്യാബ് എന്ന് പറയാൻ പറ്റും. എന്നോട് റിപ്പീറ്റ് ചെയ്ത് നോക്കൂ, ബാഗ് മൈനസ് ക്യാബ്, ലൈക്ക് ഡോറ പോലെ അല്ലേ. സോ ലൈക്ക് കാർട്ടൂൺ യു ഹാവ് ടു റിപ്പീറ്റ് ബാഗ് മൈനസ് ക്യാബ്. ഓക്കെ, എനിവേ, സോ ദിസ് ഈസ് ആക്ച്വലി ദ വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. അതിൽ കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. ഇത്ര തന്നെ 3 ട്രിപ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. വെക്ടേഴ്സ് 3 വെക്ടറുകൾ ചേർന്നിട്ടുള്ള ആളാണിത്. ഓക്കെ, ദെൻ ഇനി 2 എണ്ണം കൂടെ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എല്ലാം കൂടി. യു ഹാവ് ടു. സോ അടുത്തതാണ് ഗ്രേഡിയൻറ്റ്. എന്താ മക്കളെ ഗ്രേഡിയൻറ്റ്? അപ്പം ഞാനൊരു മൗണ്ടൻ വരയ്ക്കുകയാണ്. അപ്പം ഞാനിത് അപ്വേർഡായിട്ടുള്ളൊരു ആരോ ആണ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി മൗണ്ടൻ. ഇപ്പോൾ എനിക്ക് ഈ മൗണ്ടൻ ക്ലൈംബ് ചെയ്യണം. ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള ഡിറക്ഷൻ ഏതാണോ ആ ഡിറക്ഷനാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മൗണ്ടൻ ആണെന്ന് വെച്ചാൽ ഇതിൽ എനിക്ക് പറയാൻ ഇച്ചിരി പാടുണ്ട്. കാരണം ഞാൻ ഇവിടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് ഈ ഒരു വശം ഇതായിരിക്കും എനിക്ക് കുറച്ച് സ്റ്റീപ്പസ്റ്റ് ആയിട്ട് എളുപ്പത്തിൽ കയറാൻ പറ്റുന്ന ദിശ. ഞാൻ ഒരു പൊട്ടായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ഇതൊരു മലയാണെങ്കിൽ ഇപ്പോൾ ഈ മല ഇപ്പം ഞാൻ ഒരുപോലെ വരച്ചാലാണ് അതിന് പ്രയാസം വരിക. എനിവേ, ഇപ്പോൾ ഇതൊരു മലയാണ്. മിസ്സിനെ വരയ്ക്കട്ടെ. ഓക്കെ, മിസ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മിസ് ഈ പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് മിസ്സിന് ഏറ്റവും എളുപ്പം ഈ ദിശയിൽ കൂടെ ഈ മൗണ്ടൻ ക്യാരി കംപ്ലീറ്റ് ചെയ്യാനാണ്. പക്ഷെ അങ്ങനെ പറയുന്നതിലും പകരം നമ്മളിവിടെ എങ്ങനെ നിൽക്കേണ്ട, നമ്മളിവിടെ നിൽക്കേ വേണ്ട, നമുക്ക് ഇവിടെ നിൽക്കാം. ഓക്കെ, സോ എനിക്കിത് രണ്ടും ഒരുപോലെയാണെന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഓക്കെ, ഞാൻ ഈ വഴി പോകുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ് ഈ ഒരു സൈഡ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കയറിപ്പോവാം. അപ്പോൾ ആ മൗണ്ടൻ ക്ലൈംബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള ആ ഡിറക്ഷനെയാണ് ഞാൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ പറയാം. മറ്റേ ഡിറക്ഷൻ അത്ര സ്റ്റീപ്പസ്റ്റ് ആയിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കടക്കാൻ പറ്റുന്ന ആ ഇതിനെയാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയൻ്റ് എപ്പോഴും എഴുതുന്നത് ഇങ്ങനെയാണ്, ഡെൽഫൈ. ഗ്രേഡിയൻ്റ് എപ്പോഴും ഓൾവേസ് പോയിൻറ്റ് ടുവേഴ്സ് മാക്സിമം ഇൻക്രീസ്. അപ്പോൾ ഗ്രേഡിയൻ്റ് ഓൾവേസ് പോയിൻറ്റ് ടുവേഴ്സ്, അതായത് എപ്പോഴും മുകളിലേക്കായിരിക്കും പോയിൻറ്റ് ചെയ്യുക, ടുവേഴ്സിലാണ്. ഐ മീൻ ഗ്രേഡിയൻ്റ് ഓൾവേസ് പോയിൻറ്റ് ടുവേഴ്സ് ആയിരിക്കും ആൻഡ് മാക്സിമം ഇൻക്രീസ്, ടുവേഴ്സ് മാക്സിമം ഇൻക്രീസ്. ഓക്കെ, എവിടെയാണോ കൂടി നിൽക്കുന്നത് അങ്ങോട്ടേക്കായിരിക്കും ഇപ്പോൾ സ്റ്റീപ്പസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടി നിൽക്കുന്ന ഭാഗം. അപ്പോൾ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ട്, അതായത് ഏറ്റവും മാക്സിമമായിട്ട് എവിടെയാണോ കൂടി നിൽക്കുന്നത് അവിടേക്കായിരിക്കും എപ്പോഴും ഗ്രേഡിയൻ്റ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡെൽഫൈ. അപ്പോൾ അത്രയും അറിഞ്ഞിരിക്കുക. ഇത് ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കും കേട്ടോ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഇനി അടുത്ത് ഞാൻ പറയുന്നത് ഇത് കുറച്ചും കൂടെ നമ്മൾ എടുക്കും കേട്ടോ, വിഷമിക്കേണ്ട മനസ്സിലായില്ലെങ്കിൽ. വളരെ ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ സെക്ഷനാണിത്. ഇനി ഡൈവേർജൻസ് എന്ന് പറയുന്നത് എന്താ? ഡൈവേർജൻസ് വരയ്ക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു മാഗ്നറ്റ്. നമ്മൾ ഈ മാഗ്നറ്റിസം ഒക്കെ പഠിക്കുമ്പോൾ കുറേ ആരോസൊക്കെ പുറത്തേക്ക് വരയ്ക്കാറുണ്ട് അല്ലേ? ഇവിടെ ഇട്ടിരുന്നോട്ടെ. ഓക്കെ, സേ ഇമാജിൻ വാട്ടർ കമ്മിങ് ഔട്ട് ഓഫ് ഫൗണ്ടൻ. അത് നമുക്ക് പറഞ്ഞാലോ. ഓക്കെ, സോ ഫൗണ്ടൈനിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുവാണ്, എല്ലാം പുറത്തേക്ക് മൂവ് ചെയ്യാണ്. ദാറ്റ് എവറിത്തിങ് മൂവ്സ് ഔട്ട്വേർഡ് എന്ന് വിചാരിക്കാം. സോ അങ്ങനെ എല്ലാം പുറത്തേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെള്ളം ഇങ്ങനെ നമ്മൾ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്, സോ എല്ലാം പുറത്തേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി പോസിറ്റീവായിട്ടുള്ള ഡൈവേർജൻസ് ആയിരിക്കും അത്. ഓക്കെ, ഇനി ഞാൻ പറയുകയാണ് എല്ലാം അകത്തേക്ക്, ഇനിയും എല്ലാം ഇൻസൈഡിലേക്ക്, അകത്തേക്കാണ് അട്രാക്റ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി നെഗറ്റീവ് ഡൈവേർജൻസ്. നെഗറ്റീവ്. പോസിറ്റീവ് എന്ന് വെച്ചാൽ പുറത്തേക്ക്, നമ്മൾ പുറത്തേക്ക് വിടുന്ന, ഇപ്പം വെള്ളം പുറത്തേക്ക്. ഓക്കെ, സോ അത് എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡാം, അതിനിങ്ങനെ കെട്ടി നിർത്തിയേക്കാതെ കുറച്ച് വെള്ളം പുറത്തേക്ക് യൂസ്ഫുള്ളായിട്ട് വിടുകയാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് ഡൈവേർജൻസ്. ആൻഡ് ഈ വെള്ളം എല്ലാം കൂടെ കെട്ടി അകത്തേക്ക് നിർത്തിയേക്കുവാണ്, ആർക്കും ഒരു ഉപകാരമില്ല, ഇൻവേർഡ്സിലേക്കാണെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി നെഗറ്റീവ് ഡൈവേർജൻസ്. സോ ദാറ്റ് ഈസ് എ ക്ലൂ ഐ ഹാവ് ടു ഗിവൺ ഫോർ യു. ഓക്കെ, സോ അല്ലെങ്കിൽ വാട്ടർ എന്ത് ചെയ്യുക, ഒരു ഡ്രെയിനിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് ഡൈവേർജൻസ് ആണ്. ഇപ്പം ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ
നമ്മൾ ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ ഒരു ഡോട്ട് തന്നെയാണ്, പക്ഷേ ഡെൽ അവിടെ വരും. ഇതിനെ നമ്മൾ ഡെൽ എന്നാണ് പറയുക. അപ്പോൾ ഇതിന് ആക്ച്വലി ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്, അത് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ ഡെൽ ഡോട്ട് എ ഇസ് ആക്ച്വലി ദ ഡൈവേർജൻസ്. ഓക്കെ, അപ്പം എന്താ ഇപ്പോൾ പറഞ്ഞത്, ഡെൽ ഫൈനെയാണ് ഞാൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്, ഡെൽ ഡോട്ട് എനെയാണ് ഞാൻ എന്താ പറഞ്ഞത്, ഇപ്പോൾ ഡെൽ ഡോട്ട് എനെയാണ് ഞാൻ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട കേൾ. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ, പ്രോബ്ലം ചെയ്യുമ്പം പറയും ഞാൻ. ഇനി കേൾ അപ്പം നിങ്ങളിത് എഴുതി വെച്ചിട്ട് പഠിക്കണേ. അപ്പോൾ കേൾ നമ്മളിങ്ങനെ അകത്തേക്കുള്ള ആരോ കൂടുതൽ പറയണേ. കേൾ എന്താ പറയുക, ഇങ്ങനെ കാണിക്കില്ലേ അകത്തേക്ക്. അതായത് വെനെവർ റൊട്ടേഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പം എവിടെയൊക്കെ റൊട്ടേഷൻ ഉണ്ടോ അവിടെയെല്ലാം കേൾ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ്, ഇപ്പോൾ ടോർക്ക് എടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു ടേണിങ്, ഒരു റൊട്ടേഷൻ ഉണ്ടെങ്കിൽ അവിടെ കേൾ എക്സിസ്റ്റ് ചെയ്യും. അതായത് ഡെൽ ക്രോസ് എനെയാണ് ഞാൻ കേൾ എന്ന് പറയുന്നത്, ഡെൽ ഡോട്ട് എനെയാണ് ഞാൻ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഡെൽ ക്രോസ് എ എൻ്റെ കേൾ, ഡെൽ ഡോട്ട് എ എൻ്റെ ഡൈവേർജൻസ്. ഓക്കെ, അപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ എന്താണ് കേളിൻ്റെ എൻ്റെ മക്കളെ ഡെൽ ക്രോസ് എ ആണ് എൻ്റെ കേളിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അതിന് ആവശ്യമില്ല, എന്നാലും ഓർത്ത് വെക്കുക. ഫ്ലൂയിഡ് PhD ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിയുമ്പോൾ ഇതൊക്കെ ചോദിക്കും. ഫ്ലൂയിഡ് ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെയാണ് PhDക്ക് ചോദിക്കുന്നത്. ഇൻ്റർവ്യൂവിന് ഇപ്പോൾ നിങ്ങൾ പോകുകയാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അത് ഇതൊക്കെ എന്തിനാണ് ഈ പഠിക്കുന്നതെന്നാണ് ഈ പറയണത്, അതൊക്കെ അറിഞ്ഞിരിക്കണം. ഫ്ലൂയിഡ് റൊട്ടേഷനിലും മാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രോ മാഗ്നറ്റിസം, ഇനി ഇതിൽ തന്നെ കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതിന് ശരിക്കുള്ള ആപ്ലിക്കേഷൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ, അതൊക്കെ ഈ സമയത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അപ്പം കുറേ ഐഡൻറ്റിറ്റീസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഐഡൻറ്റിറ്റീസ് ഒക്കെ ഗേറ്റിൽ എവിടെ യൂസ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് പറഞ്ഞു നിർത്തിയാലോ. അത് ഞാൻ ലാസ്റ്റ് പറയും ആക്ച്വലി, എന്നാലും നമുക്ക് നോക്കാം. ലെറ്റ് അണ്ടർസ്റ്റാൻഡ് അല്ലേ where these identities are used for gate എന്നുള്ളത്. So for gate and net you have to remember these three first. Okay, that is del cross del phi equal to 0. that is അതായത് ഗ്രേഡിയൻറ്റിനെ അതായത് എന്താ പറയുക, ഡെൽ ഓഫ് ഗ്രേഡിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് ഞാൻ വരും കേട്ടോ. ഇനി അടുത്തത് ഡെൽ ക്രോസ് എ, അതായത് ഡെൽ എന്ന് പറയുന്നത് ഡെൽ എന്നാണ് പറയുക. ഈ ഡെൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററിനെ ഞാൻ ക്രോസ് പ്രൊഡക്റ്റ് തന്നെ എന്താ പറയുക, കേളിലേക്ക് ആക്ട് ചെയ്ത് കഴിയുമ്പം അതും 0 ആകും. കേളിലേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും 0 ആകും. ദെൻ ഞാൻ ഡെൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററിനെ സൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈ ഡെൽ ഫൈ പ്ലസ് ഡെൽ ഫൈ. ഓക്കെ, ഇങ്ങനെയാണ് ഫൈ. ഓക്കെ, ഇത് കറക്റ്റാണ്. സോ ഡെൽ എന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷനിലേക്ക് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് പുറത്തേക്ക് റീപ്ലേസ് ആയിട്ട് ഇത് അകത്തേക്കാകും, ഇത് പുറത്തേക്ക് റീപ്ലേസ് ആയിട്ട് അകത്തേക്കാകും. മനസ്സിലാവും? ഇവിടുത്തെ ആൾ പുറത്തേക്കാകും അകത്തേക്കാകും, അടുത്ത ആൾ പുറത്തേക്കാകും അകത്തേക്കാകും, അങ്ങനെ അത് ഇപ്പോൾ ദിസ് ഈസ് ആക്ച്വലി. സോ സോറി ഫോർ ദ സൗണ്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, സോ ദീസ് ആർ ദ 3 important identities that are used for gate and net. Okay, so you have to remember these 3 first. Okay, so if you remember only these 3 today, you have already covered many previous year questions, because എന്താ പറയുക, കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു 3 ഐഡൻറ്റിറ്റി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഫ് യു റിമെമ്പർ ഓൺലി ദീസ് 3 ടുഡേ, ഇറ്റ്സ് ഇനഫ്, ഇറ്റ്സ് ഓക്കെ. You are already covered many previous year questions, because many previous year questions are based on these 3. But ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടല്ല ചോദിക്കുന്നത്. യു ഹാവ് ടു അനലൈസ് ദ ക്വസ്റ്റ്യൻസ് ഇൻ എ ഡിഫറെൻറ്റ് വേ. സോ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. എനിവേ, ഇപ്പോൾ എന്താ ചെയ്യേണ്ട, ഈ ക്ലാസ് കഴിയുമ്പോൾ യു ഹാവ് ടു ടേക്ക് ദ നോട്ട്സ് ഓഫ് എവറിത്തിങ് ആൻഡ് യു ഹാവ് ടു എന്താ പറയുക, റൈറ്റ് ദി ഇക്വേഷൻസ് ആൻഡ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ബിഹൈൻഡ് എവറി ഇക്വേഷൻ ആൻഡ് എങ്ങനെ അത് റിമെമ്പർ ചെയ്യാം എന്നുള്ളത് ഓർക്കുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഞാൻ വിചാരിക്കുന്നത്, കാരണം ഇത് കുറച്ച് ലെങ്തിയാണ്. ഓക്കെ, നിങ്ങളിതിൻ്റെ ഇന്ന് എന്തൊക്കെ ചെയ്യാനാണ് മിസ് പറഞ്ഞത്?
ചെയ്യുമോ ഇതൊക്കെ? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, ഒരു ക്വസ്റ്റ്യൻ, ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം, പിന്നെ നോട്ട്സ് വേണമെങ്കിൽ യു ഹാവ് ടു ആസ്ക് മീ ഇൻ ദ യൂസിങ് വയ മൈ ഇമെയിൽ ID. ആൻഡ് നിങ്ങൾക്ക് മെസ്സേജിന് മെയിൽ അയക്കാൻ പറ്റുന്നില്ല എങ്കിൽ യു ഹാവ് ടു കമൻറ്റ് ബിലോ ഇൻ ദിസ് വീഡിയോ. പിന്നെ എന്താ ഞാൻ പറഞ്ഞത്? പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അമൃതപുരി ക്യാമ്പസ്, ഐ ഡോണ്ട് നോ യു നോ അബൌട്ട് അമൃതപുരി, അമൃത വിദ്യ ക്യാമ്പസ് ആണോ? ഞാനൊരു ജസ്റ്റ് എന്താ പറയുക, ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടതാണ്. അമൃതപുരി ക്യാമ്പസ് എനിക്കിത് കൊല്ലം, കൊച്ചി, കോയമ്പത്തൂർ ഒക്കെയാണുള്ളത്. അവർ PhD 2026 ആപ്ലിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്. നെറ്റ് ഗേറ്റ് അല്ല, ജസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ ബേസ്ഡ് ആണെന്നാണ് തോന്നുന്നത്. സ്റ്റൈഫൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ തിരക്കുക. ആൻഡ് ഇഫ് യു ആർ ഏബിൾ ടു ഗോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. കാരണം ഇവർ വിളിക്കുന്നുണ്ട് അമൃതപുരി ക്യാമ്പസ്. ബാക്കി ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല. എന്താ പറയുക, ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടതാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് DRDOയുടെ കുറേ ആപ്ലിക്കേഷൻസ് വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഒക്കെ കിട്ടുന്നുണ്ടാവും. ഇനിയും അറിയാത്തവർക്ക് ഇത് എവിടെ നിന്ന് എടുക്കണം, എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ ഇതൂടെ പറയട്ടെ, CSIR NIST എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയോ? മേ ബി കുറേ പേർക്ക് അറിയാമായിരിക്കും. ദാറ്റ് ഇസ് തിരുവനന്തപുരത്തുള്ള ഒരു നമ്മുടെ ഐസറൊക്കെ പോലെ CSIR NIST ഒരുപാട് പ്രൊജക്റ്റ് അസോസിയേറ്റുകൾ എടുക്കാറുണ്ട്. ദെൻ യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു PhD ആയിട്ട് മാറ്റാൻ പറ്റും. ഇനി എബ്രോഡാണ് താല്പര്യമെങ്കിൽ അത് നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പം ഞാനത് ഡിസ്കസ് ചെയ്യാൻ ഞാൻ അതിന് പറയാൻ ഒന്നും അല്ല. സോ ദാറ്റ് നമുക്ക് നോക്കാം, ഫ്യൂച്ചറിൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ I will definitely help you for that. എനിവേ, ഞാനിപ്പോൾ പറയുന്ന PhDക്ക് അമൃതപുരി ക്യാമ്പസ് വിളിക്കുന്നുണ്ട്. ആൻഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കഴിഞ്ഞു തോന്നുന്നു. MG യൂണിവേഴ്സിറ്റി എനിക്കൊന്ന് എക്സാം വിളിക്കുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കുക. പിന്നെ CSIR NIST അറിയത്തില്ലെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക CSIR NISTനെ കുറിച്ച്. Then if you don't know from where you get the advertisement or anything about the physics, you have to check physics aspirants channel. Okay, so physics aspirants or physics job, physics PhD എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഇപ്പോൾ വാട്സപ്പിൽ ഒരു അപ്ഡേറ്റ് ഉണ്ടല്ലോ, നമുക്ക് ചാനൽസ് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ കുറേ ചാനൽസ് വരും, ഇതിലൊക്കെ ആഡ് ആയിരിക്കുക. അപ്പോൾ അതിനകത്ത് കുറേ CSIR NISTൻ്റെ DRDOയുടെ ഒത്തിരി വിത്ത് സ്റ്റൈഫൻഡ്. നമ്മളിപ്പോൾ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ജോബിൽ നമുക്ക് കിട്ടുന്ന സാലറിയോടൊക്കെ തന്നെ ഈ പ്രൊജക്റ്റ് അസോസിയേറ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. നമ്മളൊരു MSc ക്വാളിഫിക്കേഷനിൽ ഒരു പാർട്ട് ടൈം ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു ആ ഒരു റേറ്റിൽ തന്നെ നമുക്കിപ്പോൾ എന്താ പറയുക ഇത് കിട്ടും. PhD സ്റ്റൈഫൻഡ് എന്നല്ല, പ്രൊജക്റ്റ് അസോസിയേറ്റിന് കിട്ടാറുണ്ട് നോർമലി. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ജോബാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് എന്താണെങ്കിലും കിട്ടും. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിലും ഇന്ത്യ ചെയ്യണമെങ്കിലും ഒക്കെ ഒരു റിസർച്ച് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ നമുക്ക് നെറ്റ് ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ നമുക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്താ, റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റും. യു ക്യാൻ ഗോ ഫോർ ആൻ ഇൻ്റർവ്യൂ ആൻഡ് യു ഹാവ് ടു ടോക്ക് അബൌട്ട് യുവർ വർക്ക്, വാട്ട് യു ആർ ഡൂയിങ് when you are being as a project associate or a research assistant or a research associate, what you are doing. Maybe you can say, I just explore a software, I just able to identify that, and I just read so many papers, try to publish one. അങ്ങനെ കുറേ ഒരു റിസർച്ച് എൻവോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നെറ്റ് ആൻഡ് ഗേറ്റ് ഇല്ലെങ്കിലും, അതായത് നെറ്റ് ആൻഡ് ഗേറ്റ് ഇല്ല പക്ഷേ യു ആർ ഒബ്സസ്ഡ് വിത്ത് PhD ആണെങ്കിൽ, എനിക്ക് റിസർച്ചിന് പോയേ പറ്റുള്ളൂ എന്നാണെങ്കിൽ, the good idea is research background ഉണ്ടാക്കുക, that you go for project associate or something like that. But I never force everyone to go to PhD or nothing like that. അങ്ങനെ വേണം, എനിക്ക് PhD വേണം, PhD കിട്ടിയാലേ ഐ എം ഹാപ്പി എന്നുള്ളവർക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞത് എല്ലാവരും. അതർവൈസ് യു ഹാവ് ടു ഗോ ഫോർ മേ ബി ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് മേ ബി ഫോർ എ ജോബ് ആയിരിക്കും. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് യു ജസ്റ്റ് ഗോ ഫോർ ദാറ്റ്. എനിവേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മെയിൽ ചെയ്യുക, എന്നോട് ചോദിക്കുക. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. മേ ബി ഒരു ടൈം എടുക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര നോർമലായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മിസ് എന്താ റിപ്ലൈ തരാത്ത, അല്ലെങ്കിൽ ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ വീഡിയോ, പിന്നെ ഒരു കാര്യം, വീഡിയോ ഇടാത്തതിൻ്റെയും ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു പെർഫെക്ഷനിസം എന്ന് പറഞ്ഞിട്ടൊരു ബാധയുണ്ടല്ലോ എല്ലാവർക്കും.
ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം, എടുക്കുന്ന ക്ലാസ് PYQ ഇൻക്ലൂഡ് ചെയ്യണം, അതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ച സമയത്തിനോട് പറ്റാത്തത് കൊണ്ടാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, കുറച്ച് തീർക്കുന്നതാണല്ലോ, ഒരു മല ആദ്യം മുഴുവൻ കീഴടക്കുന്നതിനെക്കാട്ടിലും പതിയെ പതിയെ കയറാം എന്ന് വിചാരിച്ചു. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ ക്ലാസ്. സോ ടുഡേ വി ലേൺഡ് വെക്റ്റർ, യൂണിറ്റ് വെക്റ്റർ, കമ്പോണൻറ്റ്സ്, ഡയറക്ഷൻ, കൊസൈൻ, ഡോട്ട് പ്രൊഡക്റ്റ്, then I guess cross product, scalar triple product, vector triple product, gradient, divergence, curl, important identities. Okay, സോ നോട്ട്സ് ഞാൻ ജസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നോട്ട്സ് വേണമെങ്കിൽ പറയണേ. വെക്റ്റേഴ്സ് എന്താ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ. ഞാൻ പല ഭാഷയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്, വേണമെങ്കിൽ മാത്രം കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം, അതർവൈസ് നിങ്ങളുടെ നോട്ട് ഉണ്ടെങ്കിൽ അത് മതി. വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്, ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻസ് ആൻഡ് കേൾ. കുറേ ഇവിടെ കുറച്ച് എന്താ പറയുക പ്രോപ്പർട്ടീസ് എഴുതിയിട്ടുണ്ട്, അപ്പം അതൊന്ന് വായിക്കാം. ഇങ്ങനെ മീൻസ് ഇതെല്ലാം കൂടെ എടുക്കാനായിട്ടുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ്. സോ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ നോട്ട്സ് ദാറ്റ് ഐ റിട്ടൺ അബൌട്ട് എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് എഴുതിയേക്കുന്നതെന്നെങ്കിലും യു ഹാവ് ടു ക്ലിയർ അബൌട്ട് ദാറ്റ്. ഓക്കെ, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ എടുത്തിട്ടില്ല. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ, നമുക്ക് എടുക്കാം. ഇതെല്ലാം എടുക്കാൻ സമയമില്ലായിരിക്കും, ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു റിമെമ്പർ. ഐ ജസ്റ്റ് ഡോണ്ട് നീഡ് ടു റിമെമ്പർ, ബട്ട് try to understand about the concept behind each questions, because other thing is that ഓരോ ക്വസ്റ്റ്യൻസിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് അല്ലേ. പിന്നൊരു കാര്യം ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗേറ്റിൻ്റെയൊക്കെ PYQസിൻ്റെ എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ കിട്ടും. അപ്പം ആ സമയത്ത് ആ ടെക്സ്റ്റിൽ ഓരോ കൺസെപ്റ്റ് വൈസ് ആയിരിക്കും. ഇപ്പോൾ വെക്റ്റർ ഓൾജിബ്ര, ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ വെക്റ്റർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇപ്പം വെക്റ്റർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒന്നാമത്തെ ടോപ്പിക്. അപ്പം നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക, ആ ക്വസ്റ്റ്യൻ വായിക്കുക, ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് പിന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതിൽ ബാക്ക്വേർഡ് സ്റ്റഡി എന്ന് പറയും, അതിനെ പുറകിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കേളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേൾ കണ്ടുപിടിക്കാനാണെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ഏതെങ്കിലും ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്ത് യു ഹാവ് ടു ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ കേൾ. Then you have to try to understand what is the equation of curl. Then അങ്ങനെ backward ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. So that's for today. I hope it is clear for you, and ask if you have any doubt, and thank you. And നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, and you have to share to someone who actually need this. Okay, so I'm just trying to solve some gate PYQ, but I don't know whenever I able to post it. Maybe ഞാൻ നോക്കട്ടെ, സൺഡേ നമുക്ക് PYQs ചെയ്യാം. കുറച്ച് ഷോർട്സ് ഇടാം കേട്ടോ. അപ്പോൾ ഷോർട്സ് ആകുമ്പോൾ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റും. ഷോർട്സും കൂടെ നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.